118 സങ്കീർത്തനത്തിന്റെ 24 വാക്യം മാത്രം വായിച്ച് അവരുടെ കാര്യങ്ങളോട് ചിന്തിച്ചിരിക്കാൻ കർത്താവ് താല്പര്യപ്പെടുകയാണ്. എല്ലാവരും വളരെ പ്രാർത്ഥനയോട് ശ്രദ്ധിക്കണം. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. സ്തോത്രം. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. എല്ലാ ദിവസങ്ങളും ഉണ്ടാക്കിയത് ആരാണ്? യഹോവയാകുന്ന ദൈവം അല്ലെ? എല്ലാ ദിവസവും ഓരോ ദിവസവും ആമേൻ ദൈവം ഉണ്ടാക്കി, ഓരോന്ന് ദൈവം സൃഷ്ടിച്ചു. ആമേൻ സ്തോത്രം. ഒടുവിലായിട്ട് ദൈവം ചെയ്തു മനുഷ്യനെയും സൃഷ്ടിച്ചു. അവൻ എല്ലാം സൃഷ്ടിച്ച് ദൈവം മനുഷ്യന് അതിന്റെ മേൽ അധികാരവും ഒക്കെ സ്വാതന്ത്ര്യവും ദൈവം നൽകി. ഇതെല്ലാം അനുഭവിക്കുവാൻ ദൈവം അവന് അനുവാദം നൽകി. എന്നാൽ നമ്മളോട് വായിക്കും, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്ന് നാം സന്തോഷിക്കണം, ഇന്ന് നാം ആനന്ദിക്കണം, സന്തോഷിച്ച് ആനന്ദിക്കണം. സന്തോഷമായി അവസാനിക്കരുത്. സന്തോഷം കൂടുമ്പോഴാണ് എന്ത് വരുന്നത്? ആനന്ദം ഉണ്ടായി വരുന്നത് അല്ലേ? സ്തോത്രം. നമുക്കൊക്കെ ആനന്ദിക്കാൻ അറിയാം, സന്തോഷിക്കാൻ അറിയാം. നമ്മൾ പലതിലും സന്തോഷിക്കുന്നവരാണ്, പലതിലും ആനന്ദിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം, ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? ആനന്ദിക്കുന്നവരായിരിക്കണം. സന്തോഷം അവിടെ നിൽക്കട്ടെ. സ്തോത്രം. ആനന്ദിക്കുന്നവരായിരിക്കണം അല്ലേ? സ്തോത്രം. നമ്മുടെ എല്ലാം ആഗ്രഹം അതാണ്, ഒന്ന് ആനന്ദിക്കണം അല്ലേ? നമ്മൾ ആനന്ദം ഉണ്ടാകേണ്ടതിന് ആനന്ദിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. സ്തോത്രം. ഓരോ മനുഷ്യനും ഓരോന്നിലാണ് ആനന്ദം കണ്ടെത്തുന്നത് അല്ലേ? സ്തോത്രം. ഇന്നത്തെ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ അവർക്ക് ആനന്ദമുണ്ട്. അവര് ആൺകുട്ടികളോട് ചോദിച്ചാൽ അവര് പറയും, ഞങ്ങൾക്ക് ഒരു 2-3 മണിക്കൂർ ഒരു ഗെയിം ഷൂട്ട് ചെയ്ത് കുറെ പേരെ ഒന്ന് കീഴടക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു ആനന്ദമുണ്ട്, ഒരു കുളിരാണ്. സ്വന്തം പെൺകുട്ടികളോട് ചോദിച്ചാൽ അവരും പറയും, ഞങ്ങള് ഗ്രാൻഡ് കളിച്ച് ഞങ്ങൾ ഒരു സന്തോഷിക്കാറുണ്ട്. പിന്നെ ഇടക്കിടക്കൊക്കെ ചാറ്റും, ഇടക്കിടക്കൊക്കെ ചിരിച്ചും, ഇതൊക്കെ കൊണ്ട് ഞങ്ങളും ആനന്ദിക്കാറുണ്ട് അല്ലേ? സ്വന്തം. ചിലര് യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കയറി അവരുടെ റീൽസ് കണ്ട് സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നവരുണ്ട്. സ്വന്തം അല്ലേ? ചിലരെ കണ്ടിട്ടില്ല, ഇടക്കിടക്ക് അവർ തന്നെ ഇരുന്ന് പൊട്ടി ചിരിക്കുന്നവർ. എന്താ? അവര് റീൽസ് കണ്ട് ആനന്ദിക്കുക. സ്വന്തം. അപ്പൊ അതിലൊരു ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. മദ്യത്തിലും ലഹരികളിലും ആനന്ദം കണ്ടെത്തുന്നവരുണ്ട് അല്ലേ? സ്തോത്രം. ഇപ്പൊ ക്രിസ്മസ് ഒക്കെ വരികയാണ്. പണ്ടൊരു മദ്യപാനം വാങ്ങി പോലും അവൻ ഉണ്ണിയേശു പിറന്ന നാൾ, ബ്രാൻഡി കുപ്പി തുറന്ന നാൾ, ഒരു വെള്ളവഴി വായിക്കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ഉണ്ണിയേശു പിറന്ന നാള് ഞാൻ എന്ത് ചെയ്തു? ബ്രാൻഡി കുപ്പി തുറന്നു. അപ്പൊ പുള്ളിക്കാരുടെ സന്തോഷം എന്താണ്? ഇനിയിപ്പോ 25-ാം തീയതിയൊക്കെ പറയുമ്പോഴത്തേക്ക് എത്ര കുപ്പി മദ്യങ്ങളാണ് വിറ്റഴിക്കുന്നത്, എത്ര കോടി രൂപയ്ക്ക്. എന്താ കാര്യം? മനുഷ്യൻ ആനന്ദിക്കുവാൻ അവൻ ആവലാതിക്കും ഓടി നടക്കുകയാണ്. സ്വന്തം. പക്ഷേ ചില മനുഷ്യരെ നോക്കിയാൽ അവർക്ക് ആനന്ദമില്ല. സ്വന്തം. എനിക്കൊരു ദൈവദാസൻ അറിയാം, അദ്ദേഹം ചിരിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രാർത്ഥിച്ചാലും ചിരിക്കില്ല, പ്രസംഗിച്ചാലും ചിരിക്കില്ല, അയാളോട് സംസാരിച്ചാൽ അദ്ദേഹം ചിരിക്കില്ല. ഒരു ദുഃഖഭാവവും ഒരു വല്ലാത്തൊരു അവസ്ഥയില്ല. അദ്ദേഹത്തിന് ദുഃഖം കൊണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാം, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞതിന് താല്പര്യം, അപ്പോ ഒന്നിനും ആനന്ദിക്കാത്തവരുണ്ട്, ഒന്നും താല്പര്യമില്ലാത്ത ആൾക്കാര് അല്ലേ? സ്വന്തം. എന്താ നിലനിൽക്കുന്ന ആനന്ദം എന്തെന്ന് ചോദിച്ചാൽ ആവേശവും ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായതിലും അധികം സന്തോഷം നീ എനിക്ക് തന്നു. ദൈവം നമുക്ക് തരുന്ന സന്തോഷം, ദൈവം നമുക്ക് തരുന്ന ആനന്ദം, അതാണ് നിലനിൽക്കുന്നത്. മറ്റെല്ലാം അവൻ വെള്ളത്തിന്റെ കുമിഴ പോലെ പൊന്തി വരും, നിമിഷ നേരം കൊണ്ടതെല്ലാം നഷ്ടപ്പെടും അല്ലേ? സ്വന്തം. അരമണിക്കൂർ സഹോദരിമാര് സമയം വേർതിരിച്ച് പ്രാർത്ഥിക്കാനുള്ള സമയം ഓർത്തിച്ച് അരമണിക്കൂർ ആമേ ടിവിയുടെ മുമ്പിൽ നിന്ന് ആമേ കാണുകയാണ്. ചെമ്പരത്തിപ്പൂ അത് കണ്ടാൽ ഭയങ്കര ഹാപ്പിയും ഭയങ്കര ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടെ അവരുടെ ഭാവങ്ങൾ അല്ലേ
മണിക്കൂർ സന്തോഷിക്കുകയാണ് അവരെ വെച്ച്, അല്ലെ? ചിലർ ഗെയിമില്, ചിലര് ഇൻസ്റ്റാഗ്രാമില്, ചിലര് റീൽസ്, ചിലര് സ്റ്റാറ്റസ് ഇടുക, ചിലരുടെ സന്തോഷമല്ല. സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ. എപ്പോഴും ഏത് നിമിഷവും ഏത് ക്യാമറ കണ്ടാലും പോസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട്. എന്തിനാ? ഒരു ഫോട്ടോ എടുക്കണം, ആമേൻ. ആ ഫോട്ടോ ഇതിനകത്ത് പതിയുന്നതിന് മുമ്പ് സ്റ്റാറ്റസ് ഇടണം, അല്ലെങ്കിൽ റീൽസ് അത് ചെയ്യണം. സ്തോത്രം. അപ്പൊ ഇതാണ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുക. ആമേ, സ്തോത്രം. എന്തിനാ? നമ്മൾ ആനന്ദമാണ്, ഇതല്ല, അല്ലേ? കോവളത്ത് ബീച്ച്, ആമേ, കന്യാകുമാരി കടല്, അല്ലെ? മ്യൂസിയം, ഇവിടെ എല്ലാം എവിടെല്ലാം പോസ്റ്റ് ചെയ്യാൻ പറ്റും, എവിടെല്ലാം നമ്മൾ ആമേ സമയം കണ്ടെത്തി എന്ത് ചെയ്യും? എത്ര മണിക്കൂർ നഷ്ടപ്പെട്ടാലും സാരമില്ല. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ടൂർ പോയവരാണ്, നിങ്ങളൊക്കെ ആമേ എൻജോയ് ചെയ്തവരാണ്. നിങ്ങൾ അന്ന് കന്യാകുമാരി പോയവരുണ്ട്. എന്ത് സന്തോഷമായിരുന്നു കന്യാകുമാരിയിൽ പോയപ്പോൾ. കന്യാകുമാരിയിൽ പോയപ്പോൾ ഉണ്ടായ സന്തോഷം ഇന്ന് നിങ്ങളിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ പോകരുതെന്നല്ല ഞാൻ പറഞ്ഞത്. ആമേ, സ്തോത്രം. ബൈബിൾ വിലക്കുന്നുണ്ട്, പോകാൻ പാടില്ല. ബൈബിൾ അടിസ്ഥാനത്തില് പെന്തക്കോസ്തുകാർക്ക് പോകാൻ പാടില്ല. ബൈബിൾ വിലക്കുന്നുണ്ട്. പക്ഷേ ബൈബിൾ അടിസ്ഥാനത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ പറയുന്നതാണല്ലോ ദൈവം ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് അതൊരു ചിന്തയല്ല. സ്വന്തം ബൈബിൾ വിലക്കുന്നുണ്ട്. അവൻ ഈ ടൂർ പോകുന്നവരെ കുറിച്ച് ബൈബിൾ പറയുന്നത് അവൻ ദരിദ്രനായി തീരുമെന്നാണ്. അങ്ങനെ തന്നെയാണ്. അതൊരു മാത്രമൊന്നുമില്ല, നമുക്ക് തന്നെ വിഷയമല്ല. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നതും ചെയ്യുന്നതും എന്തിനാ? ഒരു ആനന്ദത്തിന് വേണ്ടി മാത്രമാണ് എന്ന് അവൻ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നു. ഇന്നും ആ ദൈവത്തിന്റെ സന്നിധിയിൽ ആനന്ദിക്കുന്നവരായിരിക്കണം. നമുക്കതിനോട് ചേർന്ന് വേഗത്തിൽ വാക്യം വായിക്കാൻ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം, ആമേൻ, അതിന്റെ 23-ാമത്തെ വാക്യം. യോഹന്നാൻ ലൂക്കോസ് 15-ന്റെ 23-ാമത്തെ വാക്യം. തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അരപ്പി നാം തിന്ന് ആനന്ദിക്കാം. സ്വതന്ത്രം. ഇവിടെ ഒരപ്പൻ പറയുന്ന ഒരു വാക്കാണ്. എന്താണ് അപ്പൻ പറയുന്നത്? തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുക്കുവിൻ, നാം അത് തിന്ന് സന്തോഷിക്കാം. ഈ ഭാഗം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആമേ, സ്തോത്രം. ഈ ഭാഗത്ത്, ഈ ഉപമയില് 3 കഥാപാത്രങ്ങളുണ്ട്. ഒരപ്പൻ, 2 മക്കൾ. സ്തോത്രം. ഇവിടെ മക്കളുടെ പേര്, ആമേ, ഒന്നും ഇവിടെ നമുക്ക് അപ്പന്റെ പേരോ മക്കളുടെ പേരൊന്നും ഇതിനകത്തില്ല. സ്തോത്രം. പേരില്ലാത്ത 3 പേര്, അപ്പൻ, ജ്യേഷ്ഠൻ, അനുജൻ. എന്നാൽ നമ്മളെല്ലാം കൂടെ ഈ അനുജന്റെ പേര് കൊടുത്തിട്ടുണ്ട്. അവന്റെ പേരാണ് മുടിയൻ പുത്രൻ, അല്ലേ? സ്തോത്രം. ഇപ്പൊ നമ്മൾ വായിച്ചു കൊടുക്കുന്നത് അടയാളപ്പെടുത്തി വെച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിക്കണം. ഇപ്പൊ എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. മനസ്സിലായില്ല? ഇപ്പൊ വായിക്കരുത്, ആ ഭാഗം വായിക്കാൻ നിൽക്കരുത്, തീരുന്നില്ല. എന്നെ ശ്രദ്ധിക്കണം. സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് അപ്പൻ പറയുകയാണ്, തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് നമുക്ക് ആനന്ദിക്കാം. അടുത്ത വാക്യം ഇല്ലേ? ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. വളരെ ശ്രദ്ധിക്കണം. അങ്ങനെ അവർ ആനന്ദിച്ച്, സൗണ്ട് അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. സ്തോത്രം. അവൻ എങ്ങനെ ആനന്ദിച്ചു തുടങ്ങി? ഒരു തടിപ്പിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറുത്ത് അവർ ആനന്ദിച്ചു തുടങ്ങി. സ്തോത്രം. ഇതൊരു വീടാണ്. ഈ വീട്ടിൽ അപ്പനുണ്ട്, 2 മക്കളുണ്ട്. ഇവിടെ നമ്മൾ വായിക്കുന്നത് ആനന്ദിച്ചു തുടങ്ങി. എന്ത് തുടങ്ങി? ആനന്ദിച്ച് തുടങ്ങി. ഇവിടുത്തെ ആനന്ദം എന്തിനാണ്? ഒരു കാളക്കുട്ടിയെ അറുത്ത് അത് അനുഭവിച്ച് അത് ഭക്ഷിച്ചുകൊണ്ട് ആനന്ദിച്ചു തുടങ്ങി. എന്തിനാണ് ഇവർ ആനന്ദിച്ചു തുടങ്ങിയത്? അവിടെ കാരണമുണ്ട്, 2 കാരണങ്ങൾ. ഒന്ന്,
ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. 2, ഈ എന്റെ മകൻ കാണാതെ പോയിരുന്നു. ഇപ്പോൾ എന്ത് സംഭവിച്ചു? മരിച്ചവൻ ജീവിച്ചു, കാണാതെ പോയവൻ കണ്ടുകിട്ടി. ഇത് രണ്ടും രണ്ടുപേരല്ല, ഇത് രണ്ടും ഒരാള് തന്നെ. മരിച്ചോ? മരിച്ചില്ല. പിന്നെ അപ്പോൾ പറയുന്നു മരിച്ചവനായിരുന്നു. മരിച്ചവൻ ഒരിക്കലും തിരിച്ചു വരാറില്ല, അല്ലെ? അവൻ ശരിക്കും ഇവൻ മരിച്ചു എങ്കിൽ ഇവൻ എന്ത് ചെയ്യുന്നില്ല? അവൻ തിരിച്ചു വരില്ല. അപ്പോൾ ഇവൻ മരിച്ചില്ല, മരിച്ചവനെ പോലെയായി. മനസ്സിലാകുന്നുണ്ടോ? 2, ഇവൻ കാണാതെ പോയിരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഞാനത് പറയാം. സ്തോത്രം. അവൻ നേരത്തെ ഈ വീട്ടിൽ ആനന്ദം ഉണ്ടായിരുന്നു. നേരത്തെ ഈ വീട്ടിൽ അവൻ ആനന്ദിക്കുമായിരുന്നു. അവൻ എല്ലാ നിലയിലും ആനന്ദിച്ചുകൊണ്ടിരുന്ന ഈ ഭവനത്തിനകത്ത് ഒരു ദിവസം ആ ഭവനത്തിന്റെ ആനന്ദം നഷ്ടപ്പെട്ടു പോയി. എന്നാ നഷ്ടപ്പെട്ടു പോയത്? അതാണ് അപ്പൻ പറയുന്നത്. എന്റെ മകൻ മരിച്ചവനായപ്പോൾ, എന്റെ മകൻ കാണാതെ പോയപ്പോൾ അവൻ ഈ വീട്ടിലെ ആനന്ദം നിലച്ചുപോയി. ഞാൻ അധികം വിശദീകരിക്കാതെ വേഗത്തിൽ ആ ഭാഗം പറഞ്ഞ് മുൻപോട്ട് പോകാം. എന്താണ് ഇവിടെ സംഭവിച്ചത്? അപ്പൻ തന്റെ മകനെ കുറിച്ച് പറയുകയാണ്. എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്റെ മകൻ കാണാതെ പോയിരുന്നു. എന്താണ് ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്? സ്വന്തം ആത്മാവ് ശരീരത്തെ വിട്ടുപോകുന്നതാണ് മരണം, അല്ലെ? സ്വന്തം ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർവിട്ടു പോകുന്നതാണ് മരണം. പാസ്റ്റർ പറഞ്ഞു ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞ് മരിക്കാതിരിക്കില്ല. അത് ആരോഗ്യമില്ല, രോഗിയാണെന്ന് പറഞ്ഞ് നേരത്തെ മരിക്കണമെന്നുമില്ല. മനസ്സിലാകുന്നവർക്കായി ഞങ്ങൾ വളരെ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും മരിക്കും, അല്ലെ? എന്താ? അവൻ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ അതിന് മരണമെന്ന് വിളിക്കുന്നു എങ്കിൽ, ദൈവത്തിൽ നിന്നും ഒരുവൻ അകന്നു പോകുമ്പോൾ അതിനെ ആത്മീക മരണമെന്ന് വിളിക്കുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ശരീരത്തിൽ നിന്നും ജീവൻ മാറിപ്പോകുമ്പോൾ അത് അവൻ മരണം എന്ന് പറയുന്നു എങ്കിൽ, ദൈവത്തിൽ നിന്നും ഒരുവൻ അകന്നു പോകുമ്പോൾ അതിനെ ആത്മീക മരണം എന്ന് വിളിക്കുന്നു. ഇവിടെ അവനെ സംഭവിച്ചത് ആത്മീക മരണമാണ്. എന്താണ്? അപ്പനിൽ നിന്നും ഇവൻ എന്ന് അകന്നുവോ അന്ന് ഇവൻ ആത്മീക മരണം സംഭവിച്ചു. 2, അപ്പൻ പറയുകയാണ് കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. എവിടെ നിന്നാ കാണാതെ ആയത്? അപ്പന്റെ വീട്ടിൽ നിന്ന്. അതേ സ്തോത്രം. ചില നാളുകൾക്ക് മുൻപ് വരെ ഈ അപ്പന്റെ വീട്ടിൽ ഇവനെ കാണാൻ കഴിയും. ചില നാളുകളാ ഇവനെ അപ്പന്റെ വീട്ടിൽ കാണാനില്ല. ഏതാണ് അപ്പന്റെ വീട്? ദൈവസഭയ്ക്ക് സാദൃശ്യമാണ്. അപ്പന്റെ വീട് വിട്ടു പോയെന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഇവൻ പിന്മാറിപ്പോയി. മനസ്സിലായിട്ടുള്ള ഒരു സ്തോത്രം പറയാം. ഹല്ലേലൂയ. ഇവൻ എന്തൊക്കെയാ സംഭവിച്ചത്? 1, ഇവൻ ആത്മീകമായി മരണം സംഭവിച്ചു. ആത്മീകമായി അപ്പനിൽ നിന്നും അകന്നു. 2, അവൻ ദൈവസഭയിൽ നിന്നും അകന്നു, ദൈവത്തിൽ നിന്നും അകന്നു, ദൈവസഭയിൽ നിന്നും അകന്നു. ഞാൻ ശ്രദ്ധിക്കണം, ഒരു മനുഷ്യൻ ആദ്യം സഭയിൽ നിന്നല്ല പോകുന്നത്. ആദ്യം അവൻ ദൈവത്തെ വിട്ടുപോകുകയാണ്, ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോകുകയാണ്. ദൈവമായിട്ടുള്ള ബന്ധം വിട്ടുപോകുമ്പോൾ അവൻ ആത്മീയ മരണത്തിലേക്ക് അവൻ എത്തപ്പെട്ടു. ആത്മീകമായി മരിച്ചവന് ഒടുവിൽ ഒരു 2ാം മരണമുണ്ട്. അതാണ് നിത്യനരകം. സ്തോത്രം. ആത്മീകമായി മരിച്ചു, അപ്പനിൽ നിന്നും അകലുന്നു, ദൈവത്തിൽ നിന്നും അകലുന്നു. അവൻ ദൈവത്തിൽ നിന്നും അകലുന്നു. 2ാമതായി സഭയിൽ നിന്നും അകലും. അതിന്റെ അർത്ഥം കൂട്ടായ്മയിൽ നിന്നും അകലും. ചില നാളുകൾക്ക് മുമ്പ് തീന്മേശയില് അപ്പനും 2 മക്കളും ഒന്നിച്ചിരുന്ന ആഹാരം കഴിക്കുന്നത്, അവർ ഒന്നിച്ചിരുന്ന് സംസാരിക്കുക, അവർ ഒന്നിച്ചിരുന്ന കൂട്ടായ്മ കൊണ്ട് ചില ദിവസങ്ങളായി ഒരുവൻ അകന്നുമ്പോൾ ആ വീട്ടിന്റെ കൂട്ടായ്മകൾ നഷ്ടപ്പെട്ടു, ആത്മീക സന്തോഷങ്ങൾ നഷ്ടപ്പെട്ടു. എല്ലാത്തിനെയും ആകത്തുകയാ. അപ്പൻ വിളിച്ചു പറഞ്ഞു, അവൻ നമുക്ക് ആനന്ദിച്ചു തുടങ്ങാം. ചില നാളുകൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടു പോയ ആനന്ദം അവൻ നമ്മൾ വീണ്ടെടുത്തിരിക്കുകയാണ്. ഇന്ന് വലക്കൽ ആത്മാവിന് വിളിച്ചു പറയാ, നിന്റെ വീട്ടിനകത്ത് ആനന്ദം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ തലമുറയിലെ ആനന്ദം നിലച്ചു പോയിട്ടുണ്ടെങ്കിൽ, വ്യക്തിപരമായ ജീവിതത്തിന്റെ ഹൃദയ സന്തോഷം നഷ്ടപ്പെട്ടു
പോയിട്ടുണ്ട് എങ്കിൽ ഇതുവരെ തകർച്ച സംഭവിച്ചത് നിന്നിൽ തന്നെയാ. എന്താ കാരണം? ഒന്ന്, അവൻ നീ ദൈവത്തെ വിട്ടുപോയി. അവൻ നിന്റെ പ്രവൃത്തികൾ ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റി, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. വേറെ പുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? അവൻ അകറ്റിയ മാത്രമേ നിന്നെയും നിന്റെ ദൈവത്തെയും തമ്മിൽ അകറ്റിയത്. പാപം ദൈവത്തിന്റെ നിന്ന് നമ്മെ അകറ്റി, പാപ സ്വഭാവങ്ങൾ ദൈവത്തിന്റെ നിന്ന് നമ്മെ അകറ്റി. അവൻ എന്നുള്ള കാര്യം ഇന്ന് പകൽക്കാലം നിങ്ങൾ മറന്നു പോകരുത്. ഒന്ന്, അകൃത്യമാണ് നമ്മെയും പിതാവിനെയും തമ്മിൽ അകറ്റുന്നത്. രണ്ട്, ദൈവത്തെയും നമ്മെ തമ്മിൽ അകറ്റുന്ന രണ്ടാമത്തെ ഘടകം ആത്മാർത്ഥതയില്ലാത്ത ആരാധന, കൂട്ടായ്മകൾ. ഒരാത്മാർത്ഥതയില്ല. ആലയത്തിൽ വന്നാൽ ആർക്കോ വേണ്ടി വന്നിരിക്കുന്നത് പോലെ, എന്തിനോ വന്നിരിക്കുന്നത് പോലെ, അങ്ങനെ ചിലരൊക്കെ കണ്ടാൽ പമ്പം കണ്ട് പെരിച്ചാടിയിരിക്കുന്ന പോലെ എന്തോ കണ്ടിങ്ങനെ ഇരിക്കുക. അത് എന്നതല്ലാതെ ആരാധനയിൽ ആത്മാർത്ഥതയില്ല. ഇസ്രായേലിനെ നോക്കി ദൈവം വിളിച്ചു പറഞ്ഞു, ഈ ജനം ആദരം കൊണ്ട് എന്നെ ആരാധിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നു പോയി. അപ്പോൾ ഒന്ന്, പാപമാണ് അപ്പനെയും നിന്നെയും തമ്മിൽ അകറ്റുന്നത്. രണ്ട്, സ്തോത്രം. രണ്ട്, ആത്മാർത്ഥതയില്ലാത്ത ആരാധനയാണ് അവൻ നിന്നെയും അപ്പനെയും തമ്മിൽ അകറ്റുന്നത്. ആരാധനയിൽ ആത്മാർത്ഥതയില്ല, ആരാധനയിൽ ദൈവഭയമില്ല, ആരാധനയിൽ വരുന്നത് അവൻ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണമാ. അവൻ ദൈവിക വ്യവസ്ഥകളെ പാലിക്കാതെ, ദൈവിക ഉപദേശങ്ങളെ പാലിക്കാതെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ കയറി വരേണ്ട ഇടമല്ല ദൈവസഭ. ആത്മാർത്ഥതയോടെ ദൈവത്തെ ആരാധിച്ചില്ല എങ്കിൽ നീ ദൈവത്തിൽ നിന്നും അകന്നു പോകും. എന്നുള്ള കാര്യം മറന്നു പോകരുത്. മൂന്ന്, നിന്നെയും ദൈവത്തിൽ തമ്മിൽ അകറ്റുന്ന മൂന്നാമത്തെ ഘടകം പിശാചാണ്. സ്തോത്രം. ദൈവത്തോട് അടുത്തു വരുമ്പോൾ അവൻ ദൈവവും നമ്മോട് അടുത്ത് വരും. ദൈവത്തെ വിട്ടകന്നു പോകുമ്പോൾ അവൻ പിശാചിന്റെ അടുക്കൽ. ദൈവത്തെ വിട്ടുപോകുമ്പോൾ ആ വ്യക്തിയോട് ചേർന്ന് വരുന്നത് ആരാണ്? പിശാചാണ്. ഉയർത്തി പറയാമോ? ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യത്തിലൊക്കെ മനസ്സിലായത് ചിന്തിക്കുകയാണ്. സ്തോത്രം. അങ്ങനെ ഒന്നാമത് സംഭവിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുകയാണ്. സ്തോത്രം. ദൈവത്തോടുള്ള ഭയം, ദൈവത്തോടുള്ള ബഹുമാനം, ദൈവത്തോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള ആത്മീക ബന്ധം, ഇതെല്ലാം നമ്മളിൽ നിന്ന് നഷ്ടപ്പെടും. എങ്ങനെ അറിയാം ആ വ്യക്തിയെ എന്ന് ചോദിച്ചാൽ രണ്ടാമതായി സംഭവിക്കുന്ന ആ വ്യക്തി എങ്ങനെ തിരിച്ചറിയാം? ഒന്ന്, അവന്റെ ദൈവ വചന വായനയും ധ്യാനവും അവന്റെ ജീവിതത്തിൽ ഇല്ലാതെയാകും. രണ്ട്, പ്രാർത്ഥനാ ജീവിതം ഇല്ലാതെയാകും. മൂന്ന്, ആത്മീക ആരാധനകൾ നഷ്ടപ്പെടുത്തും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ അടുത്ത ഘട്ടമാണ് അവൻ ദൈവസഭയിൽ കാണാതെയാകും. അതായത് അപ്പൻ പറഞ്ഞത്, എന്റെ മകൻ മരിച്ചവനായിരുന്നു, എന്റെ മകൻ കാണാതെ പോയിരുന്നു, ഇവനെ കണ്ടുകിട്ടി. അതുകൊണ്ട് നമുക്ക് ആനന്ദിക്കാം. എങ്ങനെയാ ആനന്ദം വെളിപ്പെട്ടത്? മകന് പകരമാ ഒരു കാളക്കുട്ടിയെ അറുത്തു. ഇന്ന് പകൽക്കാലം മാനവരാശിക്ക് നഷ്ടപ്പെട്ട ആനന്ദം വീണ്ടെടുക്കുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ ഭാവത്തെ ചുമക്കുന്ന ഒരു കുഞ്ഞാട് കൽവരിയിൽ അറുക്കപ്പെട്ടത് കൊണ്ട് ഇന്ന് പകൽക്കാലം നിനക്ക് സന്തോഷിക്കാൻ കഴിയുന്നത് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ മകൻ ഒരു സഭയുടെ ആനന്ദം നഷ്ടപ്പെടുത്തിയിട്ട്, ഒരു കുടുംബത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുത്തിയിട്ട്, ഒരപ്പന്റെ ഹൃദയ സന്തോഷം നഷ്ടപ്പെടുത്തിയതിന്റെ കാരണം എന്താണ്? ഇനി ചില കാര്യങ്ങൾ നമ്മളോട് ചിന്തയ്ക്ക് വായിക്കാം. 15-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം മുതൽ. ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക്. ശ്രദ്ധിക്കണം. ഇവൻ ഒരു ദിവസം അപ്പന്റെ അടുക്കൽ ചെന്നു. അപ്പന്റെ അടുക്കൽ ചെന്നിട്ട് അപ്പനോട് പറയുകയാണ്, അപ്പ, എനിക്ക് വരേണ്ടുന്ന വസ്തുവകയിൽ ഉള്ള ഓഹരി, എന്റെ അവകാശം, എന്റെ പങ്ക് എനിക്ക് തരണം. അവൻ അങ്ങനെ ചോദിച്ചത് ഞാൻ അതിനെ അവന്റെ പ്രാർത്ഥനയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്തോത്രം. ഒരു മനുഷ്യനോട്, അപ്പനോട് ആവശ്യം പറയും, ദൈവത്തോട് നമ്മൾ ആവശ്യം പറയുന്ന മാർഗം ഏതാണ്? പ്രാർത്ഥനയാണ്, അല്ലേ? ഇവൻ അപ്പനോട് പറയും, അപ്പ, എനിക്ക് തരേണ്ടത് തരണം.
നമ്മളും അങ്ങനെയല്ലേ? ഇനി വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്നാലും നിങ്ങൾക്ക് കാര്യം പിടികിട്ടോ. നമ്മളും അങ്ങനെയല്ലേ? അപ്പന്റെ അടുക്കൽ വരും, വെള്ളിയാഴ്ച വരും, ബുധനാഴ്ച വരും, ഞായറാഴ്ച വരും. അപ്പന്റെ അടുക്കൽ വന്ന് ഇരിക്കുന്നത് മുതൽ നമ്മൾ ചോദിക്കും, അപ്പാത്താ അപ്പാത്താ, എനിക്ക് തരേണ്ടത് താ, നീ പറഞ്ഞ വായ്ത്തത്വം എനിക്ക് താ, എനിക്ക് വീട് താ, എനിക്ക് കാറ് താ, എനിക്ക് കുടുംബം താ, എനിക്ക് ജോലി താ, എനിക്ക് വിദ്യാഭ്യാസം താ, എനിക്ക് സമ്പത്ത് താ, എനിക്ക് ഉന്നത ഉയർച്ച താ, മറ്റുള്ളവരെക്കാൾ എനിക്ക് ഉന്നതി പ്രാപിക്കണം, മറ്റുള്ളവരെക്കാൾ എനിക്ക് നന്നായിരിക്കണം, മറ്റുള്ളവരെക്കാൾ എനിക്ക് ശ്രേഷ്ഠനായിരിക്കണം. അതാ നമ്മുടെ ആഗ്രഹം. നമ്മൾ അതല്ലേ ചോദിക്കുന്നേ? ഇത് തന്നെയാണ് ഈ മകനും അപ്പന്റെ അടുക്കൽ വന്ന് ചോദിച്ചത്. ആമേൻ, സ്തോത്രം. അവന് ആവശ്യമുണ്ടായിരുന്നു, അവന്റെ അവകാശമാണ് ചോദിക്കുക എന്നുള്ളത്. ഇത് മകൾക്കാലം നമ്മൾ അങ്ങനെയാ. അപ്പന്റെ അടുക്കൽ വന്നിരുന്ന് നമ്മൾ ചോദിക്കുക, കർത്താവേ എനിക്ക് അത് തരണം, കർത്താവേ എനിക്ക് ഇത് തരണം, ആമേൻ, സ്തോത്രം, എനിക്ക് ആമേൻ നല്ല വാഹനം തരണം, നല്ല ഭക്ഷണം തരണം. പക്ഷേ നമ്മൾ ആരും ചോദിക്കാറില്ല, എനിക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപത, എനിക്ക് സമായോഗം മുടക്കാതെ എന്നും ആരാധനയ്ക്ക് പോകാനുള്ള അവസരങ്ങൾ തരണമേ കർത്താവേ, എന്നെ ബലപ്പെടുത്തണം, ദൈവരാജ്യത്തിൽ എനിക്ക് വരണം, നിത്യതയുടെ അനുഭവം എനിക്ക് തരണം, നിത്യ സന്തോഷം തരണം, നിന്റെ കാലശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് അങ്ങ് വരണം എന്നൊന്നും നമ്മൾ ആഗ്രഹിക്കാറില്ല, പ്രാർത്ഥിക്കാറില്ല. അശ്വരമായ ലോകത്തില് താൽക്കാലികമായ 70 വർഷം മാത്രം ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യർ ഈ ലോകത്തില് 50 55 കൊല്ലം, ഏറിപ്പോയ 60 കൊല്ലം മാത്രമാണ് അവൻ ചെയ്ത് സ്വന്തമെന്ന് പറഞ്ഞ് അവൻ വെട്ടിപ്പിടിച്ചു വെച്ച് അനുഭവിക്കുന്നത്. അത് കഴിയുമ്പോൾ അടുത്ത തലമുറ വന്ന് അതിനെ അവകാശപ്പെടുത്തി പിന്നെ അതിനെ അതിന്റെ മേൽ അധികാരം ചെലുത്തുന്നത് മക്കള്. എല്ലാം ഉണ്ടായിരുന്ന അപ്പനും അമ്മയോ ഒന്നുമില്ലാത്തവരെ പോലെ വീടിന്റെ ഓണിൽ ഒതുങ്ങിയിരുന്ന അത് കണ്ട് മക്കളതിനെ കൈകാര്യം ചെയ്യുന്നത് കാണുകയല്ലാതെ മറ്റു യോഗമില്ല. എന്നാൽ താൽക്കാലികമായ ലോകത്തിന്റെ നന്മകൾക്ക് വേണ്ടി മനുഷ്യർ ആത്മീയ ജീവിതത്തോട് വിടവളഞ്ഞ് ആത്മീയ ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ പിന്നാലെ ഓടുമ്പോൾ ഇന്ന് പലർക്കും ഞാൻ നിങ്ങളോട് ആത്മാവിന് വിളിച്ചു പറയാ, നീ ദൈവത്തിൽ നിന്നും അകന്നുപോയാ, ദൈവസഭയിൽ നിന്നും നീ അകന്നുപോയാ, നിന്റെ നിത്യമായ സന്തോഷം എന്നേക്കുമാ കെട്ടിറങ്ങി പോകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ തിരുവചനത്തിലൂടെ നമ്മൾക്കല്ല ദൈവസഭയോട് ആത്മാവ് ഓർപ്പിക്കുകയാണ്. സ്വന്തം പറയാമോ? അവൻ മകൻ അപ്പനോട് ആവശ്യം പറഞ്ഞു. സ്തോത്രം. അവൻ അപ്പനോട് ആവശ്യം പറഞ്ഞവൻ പ്രാർത്ഥിച്ചോ. അവൻ സ്തോത്രം. അവൻ മകന് അവകാശിയാണത്. അവൻ സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ അപ്പനൊരു പ്രത്യേകതയുണ്ട്. നീ ചോദിച്ചാൽ അപ്പൻ തരും. അവൻ ചോദിച്ചു, അപ്പൻ കൊടുത്തു. അവൻ ചോദിച്ചു, അപ്പൻ കൊടുത്തു. അവിടെ ഒരു പദം എഴുതിയിട്ടുണ്ട്. അവൻ ഒന്ന് വായിച്ചു വിടാം. അവൻ അടുത്ത വാക്യത്തിലേക്ക് വായിക്കാം. അവൻ അവർക്ക് മുതൽ പകർന്നു കൊടുത്തു. ആ പദം ശ്രദ്ധിക്കണം. അവന് എന്നല്ല, അവൻ അവർക്ക് മുതൽ പകർന്നു കൊടുത്തു. ആർക്ക്? മക്കൾക്ക്. ആരാ ചോദിച്ചത്? ഒരുവനാ ചോദിച്ചത്. പക്ഷേ ഇന്ന് മകൾക്കാണ് ഞാനൊരു ദൂത് പറയാ, അവൻ ചോദിക്കുന്നവർക്ക് മാത്രമല്ല, ചോദിക്കാത്തവർക്ക് നന്മ തരുന്ന ദൈവമാണ്. എത്രയൊക്കെ സന്തോഷമാണ് മകൾക്കാണ്. ഹല്ലേലൂയ. അവൻ പ്രാർത്ഥിച്ചവനും കിട്ടി, പ്രാർത്ഥിക്കാത്തവനും കിട്ടി. അവൻ തരുന്ന ദൈവമാ. അവൻ കർത്താവിനെ അസാധ്യമായൊന്നുമില്ല. അവൻ ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമാ. അവൻ ചെയ്തു തരുന്ന ഒരു ദൈവത്തെയാണ് ഇവർക്ക് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അവൻ അവർക്ക് മുതൽ പകർത്തു കൊടുത്തു. ശ്രദ്ധിക്കണമേ, ഒരു കാലഘട്ടത്തിന് ദൈവസഭയ്ക്കകത്ത് വന്നിരുന്ന് നമ്മുടെ ഇതാ ചോദിച്ചത്. ഇനി മറ്റൊരു പ്രത്യേകത കൂടെ ഞാൻ പറയാം. ഈ മകൻ അപ്പന്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ ഇവന്റെ കീശയിലൊന്നുമില്ല, ഇവന്റെ പേഴ്സിലൊന്നുമില്ല. അവൻ ഇന്നത്തെ കാലഘട്ടം വെച്ച് പറഞ്ഞാൽ അവന് ബാങ്ക് ഡെപ്പോസിറ്റ് ഇല്ല, അവന് സീറോ ബാലൻസ് അക്കൗണ്ട് വെച്ചുകൊണ്ടായിരുന്നു നിൽക്കുന്നത്. പക്ഷേ ഇവൻ അപ്പനോട് ചോദിച്ചപ്പാ എനിക്ക് തരണമെന്ന് പറഞ്ഞ് അവൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അപ്പൻ അവന് കൊടുത്തു. ഇപ്പോൾ അവനോട് ചോദിച്ചാൽ അവൻ പറയൂ, ഇപ്പോൾ ഞാൻ സീറോ ബാലൻസ് അക്കൗണ്ട് അല്ല, ഇപ്പോൾ എന്റെ കീശ നിറഞ്ഞു, ഇപ്പോൾ എന്റെ പേഴ്സ് നിറഞ്ഞു, ഇപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തവനല്ല, ഇപ്പോഴെല്ലാം എനിക്ക് സമൃദ്ധിയായിട്ടുണ്ട്. ഇത് ഒരിക്കലും മറക്കരുത്. ഒന്നുമില്ലായ്മയുടെ ഒരു കാലം, ശൂന്യതയുടെ കാലം നിന്റെ പിന്നിലുണ്ട്. അങ്ങനെ ഒരു നേരത്തെ അന്നത്തിൽ ഗതിയില്ലാതെ കഷ്ടതയും കഠിനാധ്വാനിച്ചത് കാലങ്ങൾ നിന്റെ മുൻപിലുണ്ട്. ഇതെല്ലാം ദൈവം നിനക്ക് സമൃദ്ധിയായി തന്നു, അഭിവൃദ്ധി തന്നു, ഐശ്വര്യവും സമ്പത്തും നിന്റെ വീട്ടിനകത്ത് തന്നു, ആരോഗ്യമുള്ള മക്കളെ തന്നു, അതേ സൗന്ദര്യമുള്ള മക്കളെ തന്നു, വിദ്യാഭ്യാസമുള്ള മക്കളെ തന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബം തന്നു. ഇത് നന്ദിയുള്ളവരാ. ഈ ദൈവത്തെ സേവിക്കാതെ മാറിപ്പോകരുത്.
അടിവരയിട്ട് പറയുകയാ. അവൻ ഈ മകനോട് ചോദിച്ച അവനിപ്പോ പറയും എനിക്കിപ്പോ എല്ലാം ഉണ്ട്. ഒരു നേരത്തെ ആരാധനത്തിന് അല്ലെങ്കിൽ ദിവസങ്ങളുടെ ജീവിതത്തിലില്ലേ കർത്തയുടെ കൈപ്പതിയിൽ മാത്രം അവനെ വലിച്ചു കുടിച്ചുകൊണ്ട് ജീവിച്ച ഓരോ ദിവസങ്ങൾ ഓരോ നിമിഷങ്ങൾ അവൻ ജീവിതത്തിന് അടുത്ത നിമിഷം എന്തു ചെയ്യോ? കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുക്കും? അവന്റെ ഒരു വസ്ത്രത്തിന് മറുവസ്ത്രമില്ലാത്ത കാലങ്ങൾ അവന്റെ ജീവിതത്തിലില്ലേ? സ്തോത്ര പട്ടണയുടെയും പരിവട്ടത്തിന്റെയും നാളുകള് അവൻ സ്തോത്രം ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാത്ത കാലങ്ങള് എന്റെ ജീവിതത്തിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അത്രയും തന്റെ ഇടത്തോട് പറയുന്നത് ഹല്ലേലൂയ. അവൻ സ്തോത്രം ഒരു വസ്ത്രത്തിന് വേണ്ടി ഓരോ വീടുകൾ ഓരോ കൈനീട്ടി ചോദിച്ചിട്ടുണ്ട്. പഴയ വസ്ത്രം ഒരു നേരത്തെ ആഹാരത്തിന് പല വീടുകളിൽ ഇറങ്ങിയിട്ടുണ്ട്. അവൻ ഇന്ന് ഇത്രത്തോളം ജയോത്സവമായി ദൈവം നടത്തിയെങ്കിൽ അവൻ ചോദിച്ചത് മാത്രം തന്ന ദൈവമല്ല, ചോദിക്കാത്ത നന്മകളും ദൈവം എന്റെ ജീവിതത്തിൽ നൽകുവാനിടയാ. നിങ്ങളുടെയും അവസ്ഥകൾ നല്ലേ? അവൻ ചോദിച്ചു, ചോദിച്ചവനും കൊടുത്തു, ചോദിക്കാത്തവനും കൊടുത്തു. ഒരു കൂടെ പറയാം. ആമേൻ സ്തോത്രം. ചിലർ ചിന്തിക്കും എന്റെ വെടുക്കുകൊണ്ടാവില്ല. അല്ല, നീ അറിയാതെ നിന്റെ വീട്ടിനകത്ത് പ്രാർത്ഥിക്കുന്ന ആരോ ഒരാളുണ്ട്. ചിലർ പറയും എന്റെ ആരാധനകളൊന്നുമില്ലേ, ആമേൻ നീ ഉഴപ്പ, ആമേൻ നീ ദൈവത്തെ കളിപ്പിക്കുകയാ, ആമേൻ നീ ആമേൻ വെറുകൂടായിപ്പ, ആലയത്തിനകത്തെ ആരാധനയ്ക്ക് നീ വെറുകുഴപ്പ, വെറുകൂടായിപ്പ. ആമേൻ സ്തോത്രം. പുറമെയൊക്കെ ചിലർ കാണിക്കുന്നുണ്ട്, ശരിയാ. പക്ഷെ നിന്റെ ഹൃദയം അറിയുന്നൊരു ദൈവമുണ്ട്. എന്നാൽ ഇന്ന് നീ നിൽക്കുന്നത് നിന്റെ മിടുക്കല്ല. നിന്റെ വീട്ടിനകത്ത് ആരോ കരയുന്ന ഒരു വ്യക്തിയുണ്ട്. നിന്റെ വീട്ടിനകത്ത് ആരോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. ആ കണ്ണുനീരിന്റെ മറുപടിയാ നീ ആരോഗ്യവനായി നിൽക്കുന്നത്, നീ ഈ സന്തോഷങ്ങളൊക്കെ പ്രാപിക്കുന്നത്. സ്തോത്രം. ചോദിച്ചവനും ചോദിക്കാത്തവർക്കും കൊടുത്തു, അല്ലേ? അവൻ ഇപ്പോൾ അവരോട് ചോദിച്ചില്ല. അവൻ പറയും ഇന്നലെ വരെ ഞാൻ ഒന്നുമില്ലാത്തവനാ, ഇന്നലെ വരെ ഞാൻ ശൂന്യനാ. സ്വത്രം. ഇന്നലെ വരെ എനിക്ക് ആഹാരമില്ല, ഇന്നലെ വരെ എനിക്ക് നന്മയില്ല, ഇന്നലെ വരെ സമ്പത്തില്ല, ഇന്ന് ഞാൻ എന്തൊക്കെയോ ആയി കഴിഞ്ഞു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അങ്ങനെ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനായി മാറി. എന്നിട്ട് ഇനിയാണ് നമ്മുടെ ചിന്ത. വളരെ ശ്രദ്ധിക്കണം. ഇതെല്ലാം കിട്ടി, അപ്പൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ തുടർന്ന് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ വായിച്ച്. ഏറെ നാൾ കഴിയും മുൻപേ ഇളയ മകനെല്ലാം ബാഗിലാക്കി കെട്ടിപ്പൂട്ടി വെച്ച് അവൻ ദൂരദേശത്തേക്ക് പോയി. അതൊരു ചിന്തയാണ്, ശ്രദ്ധിക്കണം. ഒന്നുമില്ലാതിരുന്നപ്പോൾ അപ്പന്റെ വീട്ടിലുണ്ട്, ഒന്നുമില്ലാതിരുന്നപ്പോൾ അവൻ അപ്പനുമായി ബന്ധമുണ്ട്. എല്ലാം കിട്ടിക്കഴിഞ്ഞു, എല്ലാ സൗഭാഗ്യങ്ങളും വന്നു, ശ്രേഷ്ഠതകളും ഉന്നതങ്ങളിലേക്ക് അവൻ ഉയർച്ചയിലേക്കൊക്കെ അവൻ എത്തിക്കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ് അപ്പനോട്. അവിടെ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ പറയാതെ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പ അവൻ ഇന്നലെ വരെ ഞാൻ ഒന്നുമില്ലാത്തവനാ, ഇന്ന് എനിക്കുമുണ്ട് ചിലതൊക്കെ പുകഴാൻ, എനിക്കുമുണ്ട് ചിലതൊക്കെ പ്രശംസിപ്പാൻ. എന്റെ പോക്കറ്റിലുമുണ്ട്, എന്റെ ബാങ്കിലുമുണ്ട്. അവൻ എന്നിട്ട് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഇതെല്ലാം കൂടെ സ്വരൂപിച്ചിട്ട് ഇവൻ ദൂരദേശത്തേക്ക് പോയി. എവിടെ പോയി? ഇതൊന്നില്ല എന്നപ്പോ സഭയിൽ വരും, കൂട്ടായ്മയ്ക്ക് വരും, സ്വോത്രം പറയും, ദൈവദാസന്മാരെ കണ്ട സ്വോത്രം പറയും, ഓർത്ത് നോക്കും. സ്വോത്രം. ഇതെല്ലാം കിട്ടിയപ്പോ ഇപ്പൊ പറയുന്നത് ഇവിടത്തെ ആരാധന എനിക്ക് ഒക്കില്ല, ദൂരെ പോയി. സ്വോത്രം. ഇങ്ങോട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഞാൻ നേരത്തെ ശുശ്രൂഷിച്ച സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ഒത്തിരി ദൂരെ പോണ ആൾക്കാരുണ്ട്. എന്താ കാര്യം? അമ്മേ സ്വന്തം പാവപ്പെട്ട സഭയ്ക്കകത്ത് വന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവദാസന്മാരുടെ കണ്ണുനീരും മധ്യസ്ഥയും ഉപവാസവും പ്രാർത്ഥനയും, അല്ലേ? അമ്മേ സ്തോത്രം. എത്രയോ വർഷമായ സഭയാ. അവൻ എനിക്ക് മുൻപേ ഇരുന്ന ദൈവദാസന്മാരുടെ കണ്ണുനീരിന്റെ മറുപടി തന്നെയാണ് ദൈവസഭ. അവരില്ലാതൊന്നും പറയില്ല. അവൻ ഇവരെല്ലാം കണ്ണുനീരൊഴുക്കി മുട്ടുമടങ്ങിയിരുന്ന് നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞ് മധ്യസ്ഥത ചെയ്ത് നിങ്ങളുടെ നന്മ പ്രാപിച്ച് ആരോഗ്യമുള്ളവരായി മാറി, അത് ദൈവമുള്ളവരായി മാറി, മനോഹരമായ ആലയമുണ്ടായി, ആത്മാക്കളുണ്ടായി, എല്ലാം നടന്നു കഴിഞ്ഞപ്പോ അവൻ ചിലർക്കൊരു ആഗ്രഹം, ഇനിയിപ്പൊ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല, അങ്ങ് ദൂരെ പോണം, ദൂരെ. സ്വന്തം മകൻ പറഞ്ഞ ദൂരെ എല്ലാം കൂടെ വാരി കെട്ടിക്കൊണ്ട് ദൂരെ അങ്ങ് പുതരി കെട്ട് തുടർവണങ്ങി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ കൂടെ. സ്വത്രം. ഈ മകനും പോയി. ഞാൻ അധികം വിശദീകരിക്കാതെ പറയാം. സ്വത്രം. നന്മ കിട്ടിയപ്പോൾ ഇവൻ ദൈവത്തെ വിട്ടുപോയി. നന്മ കിട്ടിയപ്പോൾ
ഇവൻ ദൈവസഭ വിട്ടുപോയി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൂടെ ഞാൻ പറയാം. ഇതെല്ലാം നീ അനുഭവിക്കുമ്പോൾ ഓർക്കണം, നിന്റെ കഴിവ് നോക്കിയല്ല ഇതെല്ലാം ദൈവം നിനക്ക് തന്നത്. ആരുടെയോ കണ്ണുനീര, ആരുടെയൊക്കെയോ മധ്യസ്ഥത നിന്റെ മുന്നിലുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, ആമേൻ നിന്റെ ജീവിതം മാറി മറഞ്ഞു എങ്കിൽ അത് തമ്പുരാന്റെ കരുണയാണ്. അത് തരുമ്പോൾ ആമേൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ മറക്കരുത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ ആത്മാവിൽ ഓർപ്പിക്കട്ടെ. ആമേൻ വേഗത്തിൽ താഴോട്ട് ചിന്തിക്കുക. സ്തോത്രം. അടുത്തത് അവൻ എങ്ങനെ ജീവിച്ചു? ശ്രദ്ധിക്കണം, എങ്ങനെ ജീവിച്ചു? ഇന്നലെ വരെ എങ്ങനെയായിരുന്നു ജീവിച്ചവൻ? ഇന്നലെ വരെ അവന് ആരായിരുന്നു? എങ്ങനെ ജീവിച്ചേ? കേട്ടില്ല? അല്ല, ഇന്നലെ വരെ അവൻ മകനായിരുന്നു. ഇന്നലെ വരെ അവൻ ആരായിരുന്നു? മകൻ. ഇന്നോ സമ്പത്തൊക്കെ കൈ കിട്ടി, ഷെയറൊക്കെ കിട്ടി, അവകാശമൊക്കെ കിട്ടി, പഴയ പട്ടിണിയും ബുദ്ധിമുട്ടും ഒക്കെ മാറി. അവയെ സ്തോത്രം ഒരു ജോലി ഡ്രസ്സിന് പല ജോലി ഡ്രസ്സുകളായി. അവയെ സ്തോത്രം സൈക്കിളില്ലാതിരുന്നെടുത്ത് കാറും ലോറിയും ഒക്കെ ആയി സെറ്റപ്പായി. ഉയർച്ചയൊക്കെ ഭൗതിക നേട്ടങ്ങളൊക്കെ കൈവരിച്ചു കഴിഞ്ഞപ്പോ അവയെ സ്തോത്രം ഇപ്പോ ഇത് കിട്ടുന്നത് വരെ ഇവൻ ദൈവത്തിന്റെ മകനായിരുന്നു. കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ പേര് മാറി. അവൻ ആരായി മാറി? ദുർനടപ്പുകാരനായി മാറി. ആരായി മാറി? നിങ്ങളുടെ ബൈബിളിൽ ഇല്ലേ? എഴുതിയിട്ടുണ്ടോ? അവൻ ദുർനടപ്പുകാരനായി മാറി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. നോക്കുക, അതെല്ലാം കിട്ടിയപ്പോൾ അവൻ ദൈവസഭ വിട്ടുപോയി, കൂട്ടായ്മയ്ക്കില്ല, ആരാധന വിട്ടുപോയി, ആത്മീക പ്രാർത്ഥനകൾക്കൊന്നും അവനില്ല. എല്ലാം വിട്ട് ദൂരെ പോയി. കൂട്ടായ്മ വിട്ട് ദൂരെ പോയി, അപ്പന്റെ വീട് വിട്ട് സഭ വിട്ട് ദൂരെ പോയി, അപ്പനെ വിട്ട് ദൂരെ പോയി, പ്രാർത്ഥന വിട്ട് ദൂരെ പോയി. ആമേൻ. ഇത് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം. ആരാധന വിട്ട് നീ അഹന്ത, ദൈവത്തെ വിട്ട് നീ അഹന്ത, ആത്മീക ജീവിതം വിട്ട് നീ അഹന്ത, പ്രാർത്ഥനാ ജീവിതം വിട്ട് നീ അഹന്ത, വിശുദ്ധ ജീവിതം വിട്ട് നീ അഹന്ത. ഇതുവരെ ഞാൻ വിളിച്ചു പറയാ, പിന്നെ നീ ദൈവ പൈതലായിട്ടല്ല ജീവിക്കുന്നത്. ഈ ലോകത്തിൽ നീ ജീവിക്കുന്നത് ദുർനടപ്പുകാരൻ. ഇങ്ങനെ ദുർനടപ്പുകാരൻ, നല്ല വഴിയെ യാത്ര ചെയ്യില്ല. അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ഹല്ലേലൂയ. നന്മ ലഭിക്കുന്നവൻ മകനായി ജീവിച്ചു. കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ ദുർനടപ്പുകാരനായി ജീവിച്ചു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഒരു കാര്യം കൂടെ പറയാം, നീ അങ്ങനെ ജീവിച്ചാൽ അപ്പൻ തന്നതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞു പോകുന്നത്. സ്തോത്രം. ഉയർത്തി ഒരു സ്തോത്രം പറയാം. നിങ്ങൾ അറിഞ്ഞേ സ്തോത്രം പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ ഉയർത്തി പറയാമെന്ന് പറയിപ്പിക്കുന്നത്. സ്തോത്രം. നോക്കണം, അവൻ ദൈവ പൈതലായി ജീവിക്കുമ്പോൾ ദൈവം നന്മ തരുമ്പോൾ ആ നന്മ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവമക്കളായി ജീവിക്കണം. ഇവിടെ ഒരു മനുഷ്യൻ അവൻ നടപ്പുകാരനായി ജീവിക്കുവാനിടയാണ്. ഹല്ലേലൂയ. കുറച്ചു നാളൊക്കെ അവൻ അടിച്ചു പൊളിച്ച് ജീവിച്ചു. എന്താ? അവന്റെ സ്വന്തം വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു. അവയെല്ലാം ബ്രാൻഡഡ് ഐറ്റങ്ങളൊക്കെ ഉപയോഗിച്ച് അവൻ നല്ല സെറ്റപ്പില് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനായി ജീവിച്ചു. അവിടെ അടുത്ത് നമ്മൾ വായിക്കുന്നത്, കുറച്ചു നാൾ കഴിഞ്ഞു ആരാധനയില്ല, കൂട്ടായ്മയില്ല, പ്രാർത്ഥനയില്ല, ആത്മീയമായി ബന്ധമില്ല, ദൈവദാസന്മാരുമായി ബന്ധമില്ല. അങ്ങനെ അവൻ ജീവിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, അവന് മുട്ടു വന്നു തുടങ്ങി. എത്ത് വന്നു തുടങ്ങി? അവന് മുട്ടു വന്നു തുടങ്ങി. ഹല്ലേലൂയ. അവന് സ്തോത്രം. മുട്ടു വന്നു തുടങ്ങി. എന്നും അഭിവൃദ്ധിയായിരിക്കില്ല, എന്നും ആനന്ദിക്കാമെന്ന് വിചാരിക്കണ്ട. ഇതെല്ലാം നിന്നെ വിട്ട് കൈവിട്ടു പോകും. ഇവിടെ ഒരുവൻ മുട്ടു വന്നു തുടങ്ങി. അവൻ ഞങ്ങൾ കൂടെ കയറി പറയാ, ദൈവം നിനക്ക് തന്ന നന്മ നിന്റെ ജീവിതത്തിൽ നിനക്കും നിന്റെ തലമുറയ്ക്ക് അവൻ തലമുറയായി അനുഭവിക്കണമെങ്കിൽ ഇതുപോലെ ഞാൻ വിളിച്ചു പറയാ, അവൻ നന്മ തന്ന ദൈവത്തോട് ചേർന്നിരിക്കാൻ നീ മറന്നു പോകരുത്. ഈ ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ ഇത് മുതൽക്കാലം നിങ്ങൾ തയ്യാറാകണം. ഹല്ലേലൂയ. ദൈവ സന്നിധി വിട്ടു പോയാ പരാജയപ്പെട്ടു പോകും. രൂത്തിന്റെ പുസ്തകത്തില് നവോമിയോട് ചോദിച്ച നവോമി പറയും, ഒരല്പം ശാപം വന്നപ്പോൾ അപ്പത്തിന്റെ ഭവനം വിട്ടുപോയി ശാപഗ്രസ്തന മോവാബിന്റെ മണ്ണില് കണ്ണുനീര് നിലവിളിയും അനുഭവിച്ച് വേർപാടിന്റെ വേദന അനുഭവിച്ച് ഒറ്റപ്പെട്ടവരാ വിധവകളായി മാറിയ അവരുടെ 3 സഹോദരിമാർ മാത്രം ശേഷിച്ച് അവരുടെ ജീവിതം തകർന്നു പോയെന്നും അവരുടെ ചരിത്രം രൂത്തിന്റെ പുസ്തകത്തിൽ കാണാം. എന്താ സംഭവിച്ചത്? അവൻ ഞെരുക്കം വന്നപ്പോൾ ദൈവ സന്നിധി വിട്ടുപോയി. ഇതുപോലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അവൻ എത്ര ബുദ്ധിമുട്ട് വന്നാലും ദൈവത്തെ വിട്ടു പോകരുത്.
ആരാധന വിട്ടുപോകരുത്, ആത്മീക ജീവിതം വിട്ടുപോകരുത്, ദൈവസഭ വിട്ടുപോകരുത്, ദൈവസഭയുടെ കൂട്ടായ്മ വിട്ടുപോകരുത്. ഇതാണ് നിന്നെ ജീവിപ്പിക്കുന്നത്, ഇതാണ് നിന്റെ എല്ലാമല്ല, ഇതാണ് നിനക്ക് അനുഗ്രഹം, ഇതാണ് നിന്നെ ഉയർത്തിയത്. ഈ വചനമാണ് നിന്നെ ഉയർത്തിയത്, ഈ വചനമാണ് നിന്നെ മാനിച്ചത്, ഈ ക്രിസ്തുവാണ് നിന്നെ എല്ലാം ആക്കി മാറ്റിയത്. ഇത് നമ്മുടെ ദൈവത്തെ നന്ദിയുള്ള ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലം മാനിക്കുവാനും സേവിക്കുവാനോ നീ മറന്നുപോയാ അദ്ദേഹത്തിന്റെ ജീവിത ശൂന്യതയുടേതായ പടുകുഴിയിലേക്ക് അതമ്പതിച്ചു പോകുന്നതിനുള്ള ഒരു ദൃഷ്ടാന്തമാണ് ഇന്ന് പകൽക്കാലം ഈ തിരുവചനത്തിലൂടെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നത്. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു, മുട്ടു വന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ലേവ്യ എല്ലാം ഉണ്ടായിരുന്നപ്പോൾ ഇവൻ ഒറ്റയ്ക്കല്ല, അവൻ മുട്ടു വന്നു, എല്ലാം നഷ്ടപ്പെട്ടു, ഇവൻ ഒറ്റപ്പെട്ടു. മനസ്സിലാകുന്നുണ്ടോ? സ്വന്തം അവൻ പ്രീശനോട് പോക്കറ്റ് വീർത്തിരുന്നാൽ അളിയന്മാർ ഒരുപാട് പേര് കാണും. സ്വന്തം ഈ അളിയന്മാരെന്ന് ഉദ്ദേശിക്കുന്നത് പങ്ങളുടെ ഭർത്താവ് അതല്ല. സ്വന്തം ഞങ്ങളെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ പ്രീശനോ ഞങ്ങൾക്ക് കുറെ അളിയന്മാരുണ്ട്. ഇന്നും ഇടയ്ക്ക് കാണുമ്പോ അളിയാസ് പോകണോ എന്ന് ചോദിച്ചിട്ട് പോകും. എന്താ? കൂടെ പഠിച്ച കുറെ അളിയന്മാര്. അവരാരും അതേ സഹോദരിയെ കല്യാണം കഴിച്ചതുകൊണ്ട് അളിയനായതല്ല, ആ ഒരു സ്നേഹബന്ധം അത്രേ ഉള്ളൂ. അപ്പൊ ഈ പുള്ളിക്കാരന്, ഈ മുടിയപുത്രന് കീശ വീർത്തിരുന്ന കണ്ടപ്പോൾ ഒരുപാട് അളിയന്മാരുണ്ട്. ആമേ സ്തോത്രങ്ങളെല്ലാം തോളെ കൈയിട്ടു. ആമേ ഇന്നത്തെ കാലഘട്ടത്തോട് സാമ്യപ്പെടുത്തി പറയാ, വൈകിട്ടാകുമ്പോ കുപ്പി എടുക്കാൻ ഈ അളിയ പോകണ്ട, മറ്റളിയന്മാർ പോകും കുപ്പി എടുക്കാൻ അളിയ, സിനിമാശാലയിൽ പോകാൻ അളിയ, ദുർനടപ്പിന് പോകാൻ അളിയന്മാര്, എല്ലാവരും കൂടെ എല്ലാവരും വഴിതെളിച്ചു. അവൻ എന്താ സ്നേഹം, എന്താ സന്തോഷം! ഇതാണോ ആനന്ദം? ജീവിച്ചാൽ ഇങ്ങനെ ജീവിക്കണം. സ്വത്രം ജീവിച്ചാൽ ഇങ്ങനെ പോകണം. അവൻ സമ്പാദിച്ചാൽ ഇങ്ങനെ അടിച്ചു പൊളിക്കണം. ടോറ് ആദ്യ സ്തോത്രം, കുഴി മന്തി, ആദ്യ സ്തോത്രം, എന്തൊക്കെ മന്തിയോ ഇതെല്ലാം അടിച്ചു ഊർപ്പിച്ചിവൻ അവൻ 1-2 വെയിറ്റ് ഒക്കെ വെച്ച എന്നാ സെറ്റപ്പ് കാണുന്ന അടിയന്മാരെല്ലാം ചിരിക്കുന്നു. ആമേ സ്തോത്രം. ഇതെല്ലാം സൗഭാഗ്യങ്ങൾ വന്ന ഇവൻ ഒരു ദിവസം അവന് മുട്ടു വന്നു. എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, അവൻ ഇന്നത്തെ സൗഭാഗ്യങ്ങളെ കണ്ട് നീ അത് സമ്പത്ത് വർദ്ധിച്ചാൽ അതിൽ മനസ്സ് വയ്ക്കരുത്. സമ്പത്ത് വർദ്ധിച്ചാൽ എന്ത് ചെയ്യരുത്? അതിൽ മനസ്സ് വയ്ക്കരുത്. നന്മ തന്ന ദൈവത്തിന് അത് തിരിച്ചെടുക്കുവാൻ അനുവാദമുണ്ട്, അത് നഷ്ടപ്പെടാൻ അനുവാദമുണ്ട്. നന്മ ദൈവം തരുമ്പോൾ നീ ആശ്രയിക്കേണ്ടത് നന്മയിലല്ല, നന്മ തന്ന ദൈവത്തിൽ നീ ആശ്രയം വയ്ക്കണം. കരമയത്തി ഒരു സ്വന്തം പറയുന്നു. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസിന്റെ പടക നിറച്ച് സർവശക്തനായ ദൈവം മീൻ കയറ്റി. അവിടെ ഇങ്ങനെ ഒരു വാക്കുണ്ട്, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും കിട്ടാത്ത പത്രോസ് മീനിന്റെ പുറകെ പോയില്ല. അവിടെ നമ്മൾ വായിക്കുന്നത് വെള്ളവും വലയും മീനും വിട്ട് അവൻ യേശുവിനെ അനുഗമിച്ചു. എന്താ അതിന്റെ കണ്ടന്റ്? സ്തോത്രം, വെള്ളം, വല, മീന്, ഇതെല്ലാം തീർന്നു പോകുന്നത്. എന്താ? എന്തിനാണ് യേശുവിനെ അനുഗമിച്ചത്? ഈ യേശു കൂടെ ഉണ്ടെങ്കിൽ ഈ നന്മ എന്നും ലഭിക്കും. എത്രവർക്ക് മനസ്സിലായി? യേശു കൂടെ ഉണ്ടെങ്കിൽ നന്മയേക്കാൾ നന്മ തന്ന ദൈവമാണ് വലിയത്. നന്മയുടെ ഉറവിടം യേശുവാ. ഇന്ന് പകൽക്കാലം യേശുവിനെ വിട്ട് നിന്റെ ജീവിതയാത്ര തെറ്റാണ്. യേശുവിനെ വിട്ടുള്ള വഴിവിട്ട ജീവിതം ഇന്ന് പകൽക്കാലം അവസാനിപ്പിക്കുക. കൂട്ടായ്മയിലേക്ക് മടങ്ങുക, അപ്പന്റെ മരണത്തിലേക്ക് മടങ്ങുക. നീ പുറമെ സന്തോഷിക്കുന്നത് ശരിയാ, പുറമെ ആനന്ദിക്കുന്നത് ശരിയാ. നിന്റെ ഹൃദയത്തിന്റെ ആഴത്തില് ആരോടും പറയാതെ തിങ്ങി നിൽക്കുന്ന ഒരു വേദനയുമായിട്ടല്ല നീ ജീവിക്കുന്നത്. സ്തോത്രം. ഹൃദയം തുറന്ന് ചിരിച്ചിട്ട് കാലം എത്രയോ, മനസ്സ് തുറന്ന് സന്തോഷിച്ചിട്ട് നാളെത്രയോ. എല്ലാവരുടെയും മുമ്പിൽ എല്ലാം ആകുന്നത് പോലെ എല്ലാം ഹാപ്പിയാണെന്ന് കാണിക്കുക. വെച്ചുപിടിപ്പിക്കുന്ന ചിരിയും അതേ സന്തോഷവും പ്രകസിപ്പിച്ചുകൊണ്ട് എന്തിനാ ഒരു സ്തോത്രം ജീവിക്കുന്നത്? ഇത് പകൽക്കാലം മടങ്ങുക, കർത്താവിലേക്ക് മടങ്ങുക, യേശുവിന്റെ അടുക്കലേക്ക് മടങ്ങുക. നഷ്ടപ്പെട്ടു പോയ ആനന്ദം നിന്റെ ജീവിതത്തിൽ മടക്കി തരുക. ഈ യേശുവിന്റെ പകൽക്കാലം കഴിയുമെന്നുള്ള യാഥാർത്ഥ്യം ഞാൻ നിങ്ങളോട് ഓർപ്പിച്ചോട്ടെ. സ്തോത്രം. എല്ലാം നഷ്ടപ്പെട്ടു. സ്തോത്രം. കൂട്ടുകാരെല്ലാം വിട്ടുപോയി, കൂട്ടായി നിന്നവരും പോയി, ബുദ്ധി പറഞ്ഞു കൊടുത്തവരും പോയി, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം പദ്ധതി തയ്യാറാക്കിയവർ പോയി.
ബുദ്ധി പറഞ്ഞ് അവൻ തിരിച്ചു വിട്ടവൻ പോയി. അവൻ ഇപ്പോ മുട്ടുവന്ന് അവരെല്ലാം അവരുടെ വീട്ടിൽ പോയി അവർ ജീവിച്ചു. ഇവനൊന്നുമില്ല, ഇവൻ തകർന്നു, ഇവൻ തരിപ്പണമാ, ഇവനൊരു പിക്കോലമാ, ഒരു ധനവാനായ അപ്പന്റെ മകനാ. എല്ലാം ഉണ്ടായിരുന്നവർ, എല്ലാ സൗഭാഗ്യങ്ങളും നേടിയത് എല്ലാം നഷ്ടപ്പെട്ടുള്ള അങ്ങനെ അവസാനം ഒരു നേരത്തെ അന്നത്തിന് ഗതിയില്ലാതെ ഇവൻ എന്ത് ചെയ്തു? ഒരു ധനവാനായ മനുഷ്യനെ ചെന്ന് കണ്ട ഒരു പ്രമാണിയെ. എന്നിട്ട് അവൻ അപ്പന്റെ വീട്ടിൽ മടങ്ങി വരാൻ തോന്നിയില്ല, ദൈവത്തിൽ ആശ്രയിക്കാൻ തോന്നിയില്ല, പ്രാർത്ഥിക്കാൻ തോന്നിയില്ല, ആരാധിക്കാൻ തോന്നിയില്ലേ, പള്ളി വരാൻ തോന്നിയില്ല. ഇവൻ പ്രമാണിയെ ആശ്രയിച്ചു. അവൻ അവിടെ ചെന്ന് അവന്റെ ആവശ്യം പറഞ്ഞു. സ്തോത്രം. നോക്കുക, അവൻ പല ജോലി കിട്ടുമെന്ന് പറഞ്ഞ പോയെ. അവൻ ചോദിച്ചു, എന്നാ ജോലി അറിയാം? എല്ലാം ചെയ്യാം. എല്ലാം വീട്ടിനകത്ത് കുരിഞ്ഞൊരു മുമ്പ് എടുക്കാത്ത കൊച്ചന ഇപ്പൊ പറയുക, എല്ലാ പണിയും അറിയാം. നോക്കുക, അവൻ സ്തോത്രം എന്തു വേണോ ചെയ്യാം. അവൻ ഇവന്റെ കോലവും ഇവന്റെ ഭാവവും ഇവന്റെ രൂപവും ഇവന്റെ കൂശാന്താടിയും ഇവന്റെ ചൂട് പോലത്തെ തലമുടിയും ഇവന്റെ മുഷിഞ്ഞ വസ്ത്രവും ഇവന്റെ കീറിയ പാഞ്ഞും ഒക്കെ കണ്ടപ്പോ ഈ പ്രമാണിക്ക് തോന്നി ഇവന് കൊടുക്കാൻ പറ്റിയ ജോലി പന്നി മേയ്ക്കുന്ന ജോലിയാണ്. കാരണം ഇവനെ കണ്ടാൽ ഇവനൊരു പന്നി മുതലാളിയായിട്ടിരിക്കാൻ കൊള്ളാം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടി പോകുമ്പോ 2 ചെറുപ്പക്കാരൻ സ്കൂട്ടറെ വരികയാണ്. ഞാൻ ഒരുത്തർ നോക്കിയപ്പോ വളവ് തിരിഞ്ഞ് വന്നപ്പോ കണ്ടു അവന്റെ മുട്ടുമൊത്തം കീറി കിടക്കുക. ജീവസിന്റെ അതായത് നന്നായിട്ട് പണ്ടൊക്കെ ചെറിയ ഹോൾ ഉള്ളതുപോലെ കാണിക്കും. ഇപ്പൊ അല്ല, ഇപ്പൊ കീറിയിട്ടിരിക്കുക. അവൻ തേങ്ങാടെ ചിരട്ട് പോലെ ഇരിക്കുന്നവരുടെ മുട്ടു വെളിയിലോട്ടിരിക്കുക. എല്ലാം തോലുമായിട്ട ഇവ വിചാരിക്കുന്നത് കാണുന്നവർക്ക് എന്തോ പുളകം കൊള്ളുവന്ന. ഇവ കാണുന്നവർക്ക് ആർമിച്ചു മുപ്പത്തിയുള്ളൂ. ഒരു ഗുണമില്ലെന്നേ. ഇത് ബുദ്ധികേടാ, ഇത് വികൃതമാ, ഇത് അപമാനമെന്നേ, ഇത് പരിഹാസമാണ്. നീ വേഷം കെട്ടാതെ, സ്വത്രം വേഷം കെട്ടാതെ നീ ദൈവമായി വരാണെന്ന് തിരിച്ചറിയും. നീ മാനസാന്തരപ്പെട്ടത് മനസ്സിലാക്കുക. നീ രക്ഷിക്കപ്പെട്ടതെന്ന് തിരിച്ചറിയണം. അവൻ ഒരു ദിവസം ഉടയോന്ന് വിളിക്കും. അന്ന് നീ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കണമെന്ന ഈ പറഞ്ഞതിന്റെ സാരാംശം. സ്വത്രം. ഇവനെ കണ്ട രൂപത്തിന് പന്നിയെ മേയ്ക്കാനുള്ളൂ. ഇവൻ ആരാ? ആട് മേയ്ക്കുന്നവനെ നിയന്ത്രിക്കേണ്ടവനാ. എന്റെ വാക്യം പറഞ്ഞു സെൻട്രൽ പാസ്റ്റർ ആകേണ്ടവന്. ഇവൻ ആരാ? ഇപ്പൊ ആരാ മേയ്ക്കുന്നേ? ആട് മേയ്ക്കണോ പന്നി മേയ്ക്കണോ? ആടിന്റെ പന്നിക്ക് വ്യത്യാസമുണ്ട്. സഭ ആടാണ്. പന്നിയോ? പന്നിക്കൊരു കുഴപ്പമുണ്ട്. എത്ര കുളിപ്പിച്ചാലും 4 പ്രാവശ്യം സ്നാനപ്പെടുത്തിയാലും നിൽക്കുകയല്ല. അവൻ ചെളിയിൽ പോവും, അവൻ പഴയതിൽ പോവും. അപ്പോ ഇവ സെൻട്രൽ പാസ്റ്റർ ആരെയാ? പിന്മാറ്റക്കാരുടെ സെൻട്രൽ പാസ്റ്റർ. ഈ പുള്ളി ആരാ? അപ്പന്റെ വീട് വിട്ട് വന്നതല്ലേ? പഠിക്കണം വചനം. അപ്പന്റെ വീട്ടിൽ ഒരുപാട് ആട് ഒക്കെ ഉള്ളതാ. ആടും കാളയും ഉള്ളത്. ഇത് മേയ്ക്കുന്നവനെ നിയന്ത്രിക്കേണ്ട മകനല്ലേ? അവരുടെ അവിടെ പ്രസിഡന്റ് ആയിട്ട് ഇരിക്കേണ്ടവനാ. അവിടെ അങ്ങനെ സെൻട്രൽ പാസ്റ്റർ ആകേണ്ടവൻ ഇവ പന്നിയുടെ സെൻട്രൽ പാസ്റ്റർ. ഇവ പന്നിയെ മേച്ചോണ്ട് കിടക്കുകയാണ്. സ്വന്തം യജമാനം പന്നിക്ക് കൊടുക്കുന്ന പന്നിക്ക് സ്പോൺസർ ഉണ്ട്. പന്നിക്ക് വരുന്ന സ്പോൺസർ നന്മ ആരാ കൈയിട്ട് വരുന്നേ? ഇവൻ കൈയിട്ട് വരിക. സ്വത്രം 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 സ്വത്രം. ഇനി അപ്പന്റെ വീട്ടിലും ഇവിടത്തെ വീട്ടിലും രണ്ടും 2 പ്രസ്ഥാനമാണ്. മനസ്സിലായോ? ഒന്ന് ദൈവമക്കളുടെ പ്രസ്ഥാനം, മറ്റൊന്ന് പിന്മാറ്റക്കാരന്റെ പ്രസ്ഥാനം. ഇതിയാണ് ഇപ്പൊ പിന്മാറ്റക്കാരന്റെ പോപ്പ്. കാരണം എന്താ? ന്യൂ ജനറേഷൻ സ്റ്റൈലില് കൊള്ളാം. ഇവര് പന്നി കിട്ടി. ഇനി ശ്രദ്ധിക്കണം, അവിടെ നമ്മൾ വായിക്കുന്നത് പന്നിക്ക് എന്നാ ഉള്ളത്? വാളവര. എന്നാ? വാളവര. അപ്പന്റെ വീട്ടിൽ എന്നാ ഉണ്ട്? എന്താ ഉണ്ട് അപ്പന്റെ വീട്ടില്? അടുപ്പിച്ച നിൽക്കട്ടെ. അപ്പന്റെ വീട്ടില് വചനം. ഇപ്പൊ നിൽക്കുന്ന സഭയിൽ എന്നാ ഉണ്ട്? വാളവര. സ്വത്രം സ്വത്രം. ഒരുപാട് വാളവര സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. വാളവര സഭയിൽ വരിക. അവൻ പന്നി നിന്നതിന് മുമ്പ് ഇവൻ തലയിടുക. സ്വത്രം എന്ന് പറഞ്ഞ് വരുന്ന നന്മ പോലും അവൻ പന്നിയൊക്കെ കൊടുക്കാതെ കൈയിട്ട് വരുന്ന ഈ സെന്റർ. അത്രയും മാത്രമേ ഞാൻ പറയുന്നു. സ്വത്രം.
സ്വോത്രം, സ്വോത്രം. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് വചനം? അങ്ങനെ പോണം, പഠിച്ചു പോണം. അതെ, ഇപ്പൊ പന്നി കഴിക്കുക, പന്നിയുടെ വാള വരാം, എല്ലാ ദിവസവും വാള വരാം. സ്വോത്രം. കഴിഞ്ഞ ഞായറാഴ്ച വാള വരാം, മുമ്പത്തെ ഞായറാഴ്ച അന്നും വാള വരാം, ഈ ഞായറാഴ്ച ഇന്നും വാള വരാം. വാള വരാം നിന്ന് ആമേൻ എന്ത് ചെയ്യുന്നില്ല, ദഹനവുമില്ല, ആകെപ്പാടെ പ്രശ്നമാണ് അല്ലേ? ദഹനമില്ലാതിരുന്നാൽ വയർ ചേർത്ത്, മുഖമൊക്കെ ചേർത്ത് അല്ലേ? സ്വോത്രം. ഓരോ ആഴ്ച നോക്കുമ്പോ എല്ലാം ഇങ്ങനെ ചേർത്ത്, ഒരു സ്നേഹമില്ല, ദൈവസ്നേഹം. മുഖത്ത് നോക്കിയ ദൈവസ്നേഹമില്ല. എന്താ കാര്യം? കഴിച്ചത് വചനമല്ല, വാളവര. കാര്യം പന്നിയുടെ ലിസ്റ്റിലാണ് കിടക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ പന്നിയുടെ ലിസ്റ്റിലല്ല, നമുക്ക് നല്ല ഇടയനുണ്ട്. ഇടയന്റെ കയ്യിൽ ആടുകളാണ് നമ്മൾ. മനസ്സിലായവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അവൻ ഞാൻ വിശദീകരിക്കുന്നില്ല. അവൻ പന്നിയുടെ വാളവര. പന്നി തലയിന് മുമ്പ് ഇവരിടും. ഇവന്റെ ഹോലവും ഇവന്റെ രൂപവും പന്നിയേക്കാൾ കൊള്ള. അതുകൊണ്ട് ആ പ്രമാണി ഇവനെ പന്നി മുതലാളിയാക്കി മാറ്റി. ഇവൻ അവിടെ കിടന്ന പട്ടിണിയും പരിവട്ടവും അനുഭവിച്ച, കഷ്ടപ്പാട് അനുഭവിച്ച ഒരു ദിവസം ഇവൻ തീരുമാനിച്ചു, ഇനി ഇവിടെ കിടന്ന് ചത്തുപോകും. വയറൊട്ടി, കവിളൊട്ടി, കണ്ണൊട്ടി, പേഴ്സൊട്ടി, ഒട്ടി നിന്നവരെല്ലാം വിട്ടും പോയി. പന്നിയുടെ വാള വരെയെങ്കിലും വലിച്ചു കയറ്റി തിന്ന് ജീവിക്കാതെ ചോദിച്ചപ്പോൾ അത് കിട്ടാറില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന്റെ 17ാമത്തെ വാക്യം വേഗത്തിൽ വായിച്ചു വിടാം. 17. ഇതെല്ലാം സംഭവിച്ചപ്പോഴാണ് ഇവൻ എന്ത് വന്നത്? സുബോധം വന്നു. ഇപ്പൊ സുബോധം വന്നു. ഇപ്പൊ പ്രാർത്ഥിച്ചാൽ കൊള്ളാം, ആരാധിച്ചാൽ കൊള്ളാം. ഇപ്പൊ പള്ളിയിലൊക്കെ പോയി ഇരിക്കാനൊക്കെ തോന്നുന്നുണ്ട്. സുബോധം വന്നു. സുബോധം വന്നിട്ട് അവനെടുത്ത് ചിന്തിക്കുകയാണ്, ഞാനിവിടെ വാളവര നിന്നത് എന്റെ വീട്ടിൽ എന്റെ അപ്പന്റെ കൂലിക്കാർ എത്ര പേര് ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. അതൊന്ന് വിശദീകരിക്കുന്നില്ല. അടുത്ത ഞാനോ വിശപ്പ് കൊണ്ട് നശിക്കുന്നു. ഇവര് വിശപ്പാണ്. ഇവന്റെ ആകുന്ന വിശപ്പ് ഇവര് വായന കത്തുകയാണ്. ഞാൻ ചിന്തിക്കുകയാണ്, വൻകുടല് ചെറുകുടലിനെ വിഴുങ്ങി. വിശപ്പ് സഹിക്കാൻ വയ്യാതെ വൻകുടൽ എന്ത് ചെയ്തു? ചെറുകുടലിനെ പിടിച്ച് വിഴുങ്ങി. ഇനിയിപ്പോ അതിനകത്ത് വിഴുങ്ങാനൊന്നുമില്ല. ആകെപ്പാട് പ്രശ്നമായി. എന്ത് കിട്ടിയാൽ വിഴുങ്ങാൻ പാകത്തിലായിരിക്കുന്നേ. വിശപ്പ് കൊണ്ട് വയറൊട്ടിയവനാ. അവനിരിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നു, സുബോധം വന്നു. പകൽക്കാലം ചിലതൊക്കെ വന്നാലേ സുബോധം വരും. ചിലർക്ക് നഷ്ടപ്പെട്ടാലേ സുബോധം വരൂ. ചിലർക്ക് ചില അവസ്ഥകളിലേക്ക് എത്തിയാലേ സുബോധം വരൂ. ഇന്ന് പകൽക്കാലം കേൾക്കുന്ന ദൈവസഭയെ മടങ്ങി വരുവാൻ പരിശുദ്ധാത്മാവ് ദൈവസഭയ്ക്ക് ഒരു അവസരം തരികയാണ്. ഇന്ന് പകൽക്കാലം നഷ്ടങ്ങളുടെ ജീവിതത്തെ വേട്ടയാടി സമാധാനമില്ലാതെ ആക്കി ആനന്ദം നഷ്ടപ്പെടുത്തി അവൻ ദേശത്തിന്റെ മധ്യത്തിൽ നീ ഒരു പേക്കോലമാ, അവനൊരു പരസ്യകോലമായി മാറി. അപമാനവും പേറിക്കൊണ്ട്, ജീവിതമാനവും പേറിക്കൊണ്ട് തല ഉയർത്തി നിൽക്കേണ്ടതേ അവൻ തല ഉലിക്കപ്പെടേണ്ടി വന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. എവിടെയോ സുബോധം നഷ്ടപ്പെട്ടു. അവൻ എന്തൊക്കെയോ നേടിക്കഴിഞ്ഞപ്പോ, എന്തൊക്കെയോ ആയി കഴിഞ്ഞപ്പോ, ഏതൊക്കെയോ അവൻ നിലവാരങ്ങളിൽ എത്തിക്കഴിഞ്ഞപ്പോ നീ ആരാണെന്നുള്ള ബോധം നഷ്ടപ്പെട്ടു. ഇന്ന് പകൽക്കാലം അടങ്ങുക. അവൻ ഓർക്കുകയാ, എന്റെ അപ്പനൊരു പ്രമാണിയാ, എന്റെ അപ്പന്റെ കീഴിൽ അനേകം കൂലിക്കാരുണ്ട്. അവൻ ഞാനോ ഇവിടെ നശിച്ചു പോകുന്നു. ഇന്ന് പകൽക്കാലം സുബോധത്തിലേക്ക് മടങ്ങി വരാം. ഹല്ലേലൂയ. സുബോധം വന്നു, ബോധം വന്നു. ശരിയാ, ഞാൻ ഇങ്ങനെ കിടക്കേണ്ടവനല്ല, ഞാൻ അലയേണ്ടവനല്ല. ദാടിയും മുടിയും നീട്ടി വളർത്തി ഒരു പ്രാർത്ഥന പോലെ നടക്കേണ്ടവനല്ല, പേക്കോലമായി നടക്കേണ്ടവനല്ല. ശ്രദ്ധയോടെ മാന്യതയോടെ നടക്കേണ്ടവനാ. കാരണം ഞാൻ ആരാ? ഞാൻ നിങ്ങൾ ആരാ? രാജകീയ പുരോഹിത വർഗമാണ്. ഒരു സ്വന്തം പറയാമോ? ജനലുമായി ഞാൻ പൊടിയാ, കൃമിയാ, ചാരമാ, അതൊക്കെ അവരുടെ സ്വഭാവങ്ങളാ. പക്ഷേ ഒരു ദൈവമല്ല. അവൻ ചാരമല്ല, അവൻ പൊടിയല്ല. അവൻ ആരാ? അവനൊരു വിലയുണ്ട്. എന്താ? യേശു ക്രിസ്തുവിന്റെ വിലയേറിയ രക്തം കൊണ്ട് വിലക്ക് വാങ്ങി അവൻ നമ്മെ രാജകീയ പുരോഹിത വർഗമാക്കി രാജവീതിയിൽ ജയോത്സവമായി നടത്തുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നിങ്ങൾ സേവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൃമിയും വിലയും ഒന്നും അല്ല. അത് അവൻ കളഞ്ഞില്ല. ആരാണെന്നുള്ള മഹത്വം തിരിച്ചറിയണം. സുബോധത്തിലേക്ക് മടങ്ങി വരാം. സുബോധം വന്നു കഴിഞ്ഞപ്പോൾ അവൻ ചെയ്ത ചില കാര്യങ്ങൾ
എന്തൊക്കെയാ ചെയ്തത്? ഒന്ന്, അവൻ എഴുന്നേറ്റു. സുബോധം വന്നപ്പോൾ അവൻ ആദ്യം എന്ത് ചെയ്തു? പകൽക്കാലം ഒരു എഴുന്നേൽപ്പ് നമുക്ക് ആവശ്യമാണ്. ആയിരിക്കുന്ന മേഖലയിൽ നിന്ന് ഒരു എഴുന്നേൽപ്പ്. ആരാധനയില്ലാതെ, കൂട്ടായ്മയില്ലാതെ ഏതോ ഒരു അവസ്ഥയിൽ നീ ആയിരിക്കുന്നു എങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവെന്ന് പറയാം. നീ പരാജയപ്പെടാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽക്കാലം നീ ഒന്ന് എഴുന്നേൽക്കണം. ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തിനകത്ത് ഒരു എഴുന്നേൽപ്പ്, ഒരു പുരോഗമനത്തിന്റെ എഴുന്നേൽപ്പ് വേണം. വിശദീകരിക്കുന്നില്ല, സമയം കഴിഞ്ഞു. അടുത്തത് ആമേൻ. ഞാൻ പറഞ്ഞുവിടാം. എഴുന്നേറ്റവൻ തീരുമാനമെടുക്കുകയാണ്. എഴുന്നേറ്റവൻ എന്ത് ചെയ്തു? എന്താ തീരുമാനം? ഞാൻ അപ്പന്റെ വീട്ടിൽ ചെല്ലും. ഞാൻ എവിടെ ചെല്ലും? എന്റെ അപ്പന്റെ വീട്ടിൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ട്. ഇതൊരു ആമേ സ്തോത്രം പ്രൈസറുള്ളൊരു ഭാഗം മാത്രമാണ്. നമുക്കൊരു അപ്പന്റെ വീടുണ്ട്, ഒരു സ്വന്തം വീടുണ്ട്. ആ വീട്ടിൽ നമ്മൾ ചെല്ലാനായി തത്രപ്പാടുകൾ, ആ വീട്ടിൽ ചെല്ലാനായി പെടാപ്പാടുകൾ, നിന്ന കേൾക്കുന്നത്, അപമാനം കേൾക്കുന്നത്, പലരുടെയും മുഖം ചിരിക്കുന്നത് കണ്ടിട്ടും ചിരിച്ച് സ്വന്തം പറഞ്ഞ് പോകുന്നത് മനസ്സിലാകുന്നുണ്ടോ? അവൻ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിക്കണം. നമുക്കൊരു വീടുണ്ട് ഇവിടെ. ആമേ സ്തോത്രം. ആമേ 4 ചുവരുള്ള ഒരു വീടല്ലേ? ആമേ സ്തോത്രം. ആമേ ഇതെന്താ വീട്? ആമേ സ്തോത്രം. കൈപ്പണിയല്ലാത്തൊരു സ്വന്തം വീട്. ആമേ സ്തോത്രം. 12 രത്നങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ കൈപ്പണിയല്ലാത്ത ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നിത്യ സൗധം. ആമേ സ്തോത്രം. വെളിപ്പാട് 21:1 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്. ആമേ സ്തോത്രം. ചുറ്റുമതിലുകൾ കെട്ടപ്പെട്ട മനോഹരമായ സൗധം. കുഞ്ഞാണെന്ന ക്രിസ്തു അതിനകത്ത് വിളക്കായി പ്രകാശിക്കുന്ന ഒരു വീട് ദൈവം തന്റെ മക്കൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു പറഞ്ഞു, നിന്റെ ഹൃദയം കലങ്ങിപ്പോകരുത്. എന്റെ പിതാവിനെ വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ സന്നിധിയിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ അവിടെ നിങ്ങളെ കൊണ്ടുപോകാം. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരുത്തുക. അതാണ് നമ്മുടെ വീട്. ഈ മകൻ സുബോധം വന്നപ്പോൾ അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റവൻ തീരുമാനമെടുത്തവൻ പറഞ്ഞു, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിൽ ചെല്ലും. അവിടെ എനിക്കൊന്നും കുറവില്ല. എന്റെ സ്ഥിതി, എന്റെ അവസ്ഥ മാറുന്ന വിശ്വാസത്തോടെ നീ നിന്നോട് പറ, എന്റെ അവസ്ഥ മാറാൻ പോകുന്നു. എന്റെ അവസ്ഥ മാറും. അവൻ ഞാൻ നിങ്ങളോട് പറയില്ല, എന്റെ അവസ്ഥ മാറാൻ പോകുന്നല്ല. നീ നിന്നോട് പറ, വിശ്വാസത്തോടെ പറ. അവൻ നീ നിന്നോട് കൈവച്ചു പറ, എന്റെ അവസ്ഥ മാറും. എന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ മാറും. എന്റെ കുടുംബത്തിന്റെ അവസ്ഥ മാറും. എന്റെ തലമുറയുടെ അവസ്ഥ മാറും. വിശ്വാസത്തോടെ പറ. പറഞ്ഞാൽ നീ പറഞ്ഞാൽ അതങ്ങനെ സംഭവിക്കും. അതാണ് വിശ്വാസം. അല്ലാതെ ഞാനിവിടെ കിടന്ന് ചാടി പിടിച്ച് അന്ന് ഇന്ന് പകൽക്കാലം നിന്റെ കുഞ്ഞിന്റെ വിടുതലിന്റെ പകലാണ്. ഇന്ന് പകൽ നിനക്ക് വിസ വരുന്ന പകൽക്കാലമാണ്. ഇന്ന് പകൽ 50 സെന്റ് റബ്ബർ വാങ്ങാൻ പോകുന്ന പകലാണ്. ഇന്ന് പകൽ ചില വാഹനങ്ങൾ കൂടെ ചേർക്കപ്പെടാൻ പോകുന്നത്. അതെന്ന് പറഞ്ഞൊരു കാര്യമൊന്നുമില്ല. നിങ്ങൾ ശൃംഗേരാമ സ്വപ്നവും പറയുമ്പോൾ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ സന്തോഷത്തോടെ ഇരിക്കും. ഒന്നും കിട്ടാൻ പോകുന്നില്ല. നേരോട് നടക്കുന്നവർക്ക് ദൈവം ഒരു നന്മയ്ക്കും മുടക്കം വരുത്തുകയല്ല. നീ നിന്നോട് പറ, ഞാൻ നന്നാവും, ഞാൻ ശരിയാകും. നെഗറ്റീവ് വിട്ടുകളാണ്. സ്വന്തം പരാജയത്തിന്റെ വാക്കുകൾ വിട്ടുകൊണ്ട് ഞാൻ തകർന്നു പറയരുത്. ഞാൻ തകർന്നില്ല, നീ പണിയപ്പെടാൻ പോകുന്നു എന്ന് പറ. എന്റെ ദൈവം പണിയും. എന്റെ സ്ഥിതി ദൈവം മാറ്റും. മാറ്റപ്പെട്ടത് ദൈവം തരും. എനിക്ക് സന്തോഷം തരും. എന്റെ അപ്പന്റെ വീട്ടിൽ ഞാൻ ചെല്ലും. നീ മടങ്ങി വാ. പിന്മാറ്റത്തിന് മടങ്ങി വാ. നിന്റെ മനസ്സ് പിന്മാറിപ്പോ, നിന്റെ ഹൃദയം പിന്മാറിപ്പോ, ദൈവത്തിലേക്ക് മടങ്ങി വാ. ഈ 2025 അവസാന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് അടിമലയിൽ വിളിച്ചു വരുന്നു. നീ ദൈവത്തിലേക്ക് മടങ്ങി വാ. നിന്റെ ഹൃദയത്തിന്റെ പിന്മാറ്റം മടങ്ങി വാ. വിട്ടുവരേണ്ടത് വിട്ടുക, ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിച്ച ദൈവസന്നിധിയിലേക്ക് മടങ്ങി വാ. എന്റെ അപ്പന്റെ ഭവനത്തിൽ ഒന്നിനും കുറവില്ല. മടങ്ങി വരാൻ മനസ്സുണ്ടോ? തീരുമാനമെടുത്തൊന്ന്, ഞാൻ എന്റെ അപ്പന്റെ വീട്ടിൽ ചെല്ലും. അടുത്തവൻ പറഞ്ഞു, ഞാൻ അപ്പന്റെ വീട്ടിൽ ചെന്ന് മൗനമായിരുന്നു കഴിയുമെന്നില്ല. ഞാൻ അവിടെ ചെന്ന് ഞാൻ എന്റെ അപ്പനോട് പറയാം, അപ്പ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അടുത്ത നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു സ്വന്തം ഭവനത്തെ കുറിച്ച് എത്ര പേർക്ക് പകലിൽ ദർശനമുണ്ട്? സ്വന്തം സഭയെ കുറിച്ച് എത്ര പേർക്ക് കാഴ്ചപ്പാടുണ്ടെന്ന്? സ്വന്തം സഭയെ കുറിച്ച് എത്ര പേർക്ക് ഉത്തരവാദിത്വമുണ്ട്? എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് കാഴ്ചപ്പാടുണ്ട്? സ്വന്തം ഭവനത്തെ കുറിച്ച് എത്ര പേർക്ക് ദർശനമുണ്ട്? ഹല്ലേലൂയ. ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല. അവര് സ്വന്തം ഭവനത്തെ കുറിച്ച് ദർശനമാണ്. അവൻ പറഞ്ഞു, ഞാൻ എന്റെ ഭാഗത്ത് ഏറ്റു പറയും. എന്റെ തെറ്റുകളെ ഞാൻ ഏറ്റു പറയും. സ്തോത്രം. അവൻ എഴുന്നേറ്റു. അവൻ തീരുമാനമെടുത്തു. അവൻ ഏറ്റു പറഞ്ഞു. അവൻ ഏറ്റു പറഞ്ഞു. അവന്റെ കുറവുകളെ അവൻ ഏറ്റു പറഞ്ഞു.
പറഞ്ഞു പോകാം. അത് കഴിഞ്ഞപ്പോൾ അപ്പൻ എന്ത് ചെയ്തു? 18 അതിന്റെ സ്തോത്രം നമ്മൾ വായിച്ച വാക്യത്തിന്റെ താഴത്തെ വാക്യം വായിക്കാം. മകൻ മരിച്ചവർ 25 ആമേൻ 23-ാമത്തെ 22-ാമത്തെ വാക്യം. ആ 21 മുതൽ വായിക്കാം. മകൻ അവനോടൊപ്പ അത് ഞാൻ പറഞ്ഞോളൂ. 20-ാമത്തെ വാക്യം മുതൽ വായിക്കണം. അവൻ ഇവൻ തീരുമാനം എടുക്കുക മാത്രമല്ല, നമ്മളൊക്കെ എല്ലാ കൺവെൻഷനും കൈവക്കി തീരുമാനം എടുക്കുക. ആ തീരുമാനം അവിടെ ഇട്ടേച്ചു പോകും അല്ലേ? പുതുവർഷം വരെ ആരാധനയ്ക്ക് നമ്മളെല്ലാം വലിയ തീരുമാനങ്ങൾ എടുക്കും. വലിയ പാട്ടകെട്ട് പോലത്തെ തീരുമാനം എടുത്ത് നിങ്ങൾ പോകുമ്പോൾ ഇവിടെ തന്നെ ഇട്ടേച്ചു പോകും. നമ്മളത് പാലിക്കാറൊന്നുമില്ല. മനസ്സിലാക്കുന്നുണ്ടോ? നമ്മൾ തീരുമാനം എടുക്കുന്നതെല്ലാം എടുക്കാറാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ്. പക്ഷെ ഇവൻ തീരുമാനം എടുത്ത് അവിടെ ഇട്ടില്ല. തീരുമാനത്തിലേക്ക് അവൻ വന്നു. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം. ഇവൻ വരുന്നത് ദൂരത്ത് നിന്ന്. അപ്പൻ മുടി വെട്ടിയിട്ടില്ല, പല്ല് തേച്ചിട്ട് കാലമായി, തലമുടി വെട്ടിയിട്ട് കാലമായി, തുണി മാറിയിട്ട് കാലമായി, പേർക്കോലമായ വരുന്നേ. പക്ഷെ ദൂരത്ത് നിന്നേ അപ്പന് ഇവൻ മനസ്സിലായി. മനസ്സിലാക്കുന്ന സ്വന്തം പറയാൻ കഴിയുമോ? ആരും മനസ്സിലാക്കിയില്ല എങ്കിലും നിന്നെ മനസ്സിലാക്കുന്ന ഒരു അപ്പൻ നിന്നെ കൊണ്ട് അതുകൊണ്ട് സ്വന്തം പറയാൻ പറ്റുമെന്ന് പറഞ്ഞില്ല. സന്തോഷത്തോടെ സ്വന്തം പറഞ്ഞ് ഒരു അധികപ്പെട്ടുമില്ല. ആരും അതിനെ മനസ്സിലാക്കുന്നത്, നിന്റെ വേദനകളെ, നിന്റെ അവസ്ഥകളെ മനസ്സിലാക്കുന്നത് ആരാ? ആർക്കും മനസ്സിലായില്ല. കണ്ടവരെല്ലാം ഭ്രാന്തൻ പോകുന്നു എന്ന് പറഞ്ഞു. ആരായും അറിയില്ല, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല. ഒരുത്തന്റെ പോകുന്നു. പക്ഷേ ദൂരത്ത് നിന്ന് അപ്പനെ മനസ്സിലാവും. ആ വരുന്നത് ആ പ്രാചീനൻ ഒരു ഭ്രാന്തനെ പോലെ മുടി നീട്ടി വളർത്തി അവയെ താണി വെട്ടാൻ കാശിൽ അവയെ മുഷിഞ്ഞ വസ്ത്രം, കീറിയ വസ്ത്രവും ധരിച്ചുകൊണ്ടത് ആ ദൂരത്തു നിന്ന് വരുന്നത് മറ്റാരുമല്ല, എന്റെ മകനാ, എന്റെ മകനാ. ചില നാളുകൾക്ക് മുമ്പ് എന്നെ വിട്ടുപോയ ആ മകൻ അതാ വരുന്നു എന്ന് കണ്ട് അപ്പൻ അടങ്ങിയിരുന്നില്ല. അപ്പൻ ഓടുകയാ. ഓടിച്ചെന്ന് ഈ മകൻ അപ്പനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്നതിന് മുൻപ് ഈ അപ്പൻ മകനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. ഇവൻ മനസ്സിനകത്ത് പറഞ്ഞ തീരുമാനം അപ്പന്റെ മുഖത്ത് നോക്കി പറയാൻ അവൻ തയ്യാറായി. അവൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്നെ ഞാൻ ചുരുക്കി പറയും, എന്നെ കൂലിക്കാരനെ പോലെ നീ കാണണം. അപ്പൻ പറഞ്ഞു, നീ കൂലിക്കാരനല്ല, നീ എന്റെ മകനാ. അപ്പൻ ആഹ്വാനം കൊടുക്കുകയാ. ആരവിടെ? അവൻ ജോലിക്കാരോടി വന്നു. ആരാവിടെ? അവൻ അടിയൻ. അവരടിച്ചു നിൽക്കുക. അവൻ പറഞ്ഞു, ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു. അവർക്ക് മനസ്സിലായി. ആമേ സ്തോത്രം. ആദ്യം ഇവർ വിശ്വസിച്ചാണില്ല. അപ്പനിത് കൈ കാണും. കണ്ട ഏതോ ഒന്നിനെ പിടിച്ചുകൊണ്ട് നിർത്തിവെച്ച് മോനെന്താ ഇന്ന് ഇങ്ങനെ ഒന്നും അല്ലായിരുന്നല്ലോ. അവൻ പോയപ്പോ അവൻ ഇച്ചിലൂടെ പേഴ്സണാലിറ്റി ഇച്ചിലൂടെ കളറുണ്ടായിരുന്നു. ആമേ പിന്നെ പോയെടുത്ത് കസ്തൂരി മഞ്ഞളെ അവൻ ഒരച്ചിടാനുള്ള ബ്യൂട്ടി പാർലർ ഒന്നും അവന് കിട്ടിയില്ല. അവൻ പേക്കോലമായിരിക്കുക. അവൻ അപ്പൻ ഉറപ്പിച്ച് പറഞ്ഞിട്ട് അവനോട് വേലക്കാരോട് പറഞ്ഞു, ഇവന് മേൽത്തരമായി കൊടുപ്പി. ഇതോടുതാ അപ്പൻ നേരത്തെ കൊടുത്തതോ അതിനേക്കാൾ മേൽത്തരമായത് പിന്നെയും കൊടുക്കാൻ. നഷ്ടപ്പെട്ടത് പോട്ടെന്നേ, ഇനി നീ മടങ്ങി വന്നാൽ എന്റെ അപ്പൻ നിനക്ക് വച്ചിരിക്കുന്നത് മേൽത്തരമായതാ. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല. ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നാത്തത്, ആർക്കും വിലമതിക്കാൻ കഴിയാത്തത്, ആർക്കും വില പറയാൻ കഴിയാത്ത ചിന്ത ഇന്ന് അവൻ പരിശുദ്ധാത്മാവ് നിനക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്നു. എത്ര കുറപ്പുണ്ട്. എന്റെ അപ്പന്റെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോ ഞാൻ മടങ്ങി വന്ന എന്റെ അപ്പ എനിക്ക് വേണ്ടി കരുതി വെച്ചു. ആരെന്നെ മനസ്സിലാക്കാതിരുന്നപ്പോൾ എന്നെ മനസ്സിലാക്കിയ അപ്പൻ എനിക്ക് വേണ്ടി കരുതി വെച്ചു. മേൽത്തരമായത് കൊടുത്തു. ആദ്യം കൊടുത്തതിനേക്കാൾ നല്ലത് എന്തൊക്കെയാണ് മേൽത്തരമായത് കൊടുത്തത്? നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച മണി ഇപ്പൊ നോക്കണ്ട. ഒന്ന്, അവൻ അങ്കി കൊടുത്തു. എന്ത് കൊടുത്തു? എന്ത് കൊടുത്തു? അങ്കി കൊടുത്തു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ അങ്കി കൊടുത്തത്? ഇവന്റെ മുഷിഞ്ഞ വസ്ത്രം മാറ്റി. ഹല്ലേലൂയ. അവന്റെ പഴയ വസ്ത്രം അഴുക്കാക്കി കളഞ്ഞു. അപ്പോൾ അവന് പുതിയ വസ്ത്രം കൊടുത്തു. ഹല്ലേലൂയ. ആമേ സ്തോത്രം. അങ്കി അവൻ അടിമ ധരിക്കുന്നത് മുട്ടുവരെയുള്ളതാ. അടിമ അന്നത്തെ കാലത്ത് അടിമകൾ ധരിക്കുന്നത് മുട്ടുവരെയുള്ളതാ. മക്കൾ ധരിക്കുന്നത് അങ്ങ് കാലറ്റം വരെ ഉള്ളതാണ്. സ്തോത്രം. ഇവന് കൊടുത്തത് കാലറ്റം വരെയുള്ള അങ്കിയാണ് കൊടുത്തത് എന്ന്
ഇവൻ മകനാ. ആരാണ്? അടിമയല്ല, ഇവൻ മകനാ. ഇത് മകൾക്കാരൻ ആത്മാവിൽ ഒരു നൂലുകൂടെ പറയാം. നിന്നെ കണ്ടാൽ അറിയാം, നിന്റെ വസ്ത്രധാരണം കണ്ടാൽ അറിയാം നീ അടിമയാണോ, നീ മകനാണോ, നീ ദൈവ പൈതലാണോ, നീ ജാതിയാണോ. ഇവന്റെ വസ്ത്രം ആദ്യം മാറിയത്. ഇത് മകൾക്കാരൻ പുറമേ നിനക്കൊരു മാറ്റം വരണം, നിന്റെ ശരീരത്തിന് ഒരു മാറ്റം വരണം. ഇവിടെ ഇതാ സ്വന്തം ബഹുമാനത്തെ കാണിക്കുകയാ. നഷ്ടപ്പെട്ടു പോയ ബഹുമാനം, നഷ്ടപ്പെട്ടു പോയ ബഹുമാനവും പദവിയും അപ്പൻ അവന് മടക്കി കൊടുത്തു. ഞാൻ വിശദീകരിക്കാതെ പറഞ്ഞു വിടുകയാ. സ്തോത്രം. അടുത്തതാ നമ്മൾ വായിക്കുന്ന അവന് മുദ്രമോതിരം കൊടുത്തു. മുദ്രമോതിരം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവൻ 4 പവന്റെ സ്വർണ്ണം അടിച്ചു വിട്ടൊരു മോതിരം കൊടുത്തതല്ല, ആലങ്കാരിക പദപ്രയോഗമാണ്. മുദ്രമോതിരം എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സകലവിധമായ അധികാരവും അപ്പൻ അവനെ ഏൽപ്പിക്കുകയാണ്. ഇന്നലെ അവൻ എങ്ങനെയായിരുന്നു? അതേ അധികാരത്തിലേക്ക് യോഹന്നാൻ 1:12 സ്തോത്രം. ദൈവത്തിന്റെ മക്കളാകുക അവൻ നമുക്ക് അധികാരം തന്നു, അല്ലേ? 1:12 യോഹന്നാൻ. അവിടെ നമ്മൾ വായിക്കുന്നു ദൈവ മക്കളാകുക അവൻ നമുക്ക് അധികാരം തന്നു, അവൻ നമ്മെ മക്കളാക്കി മാറ്റി. ഹല്ലേലൂയ. അടുത്തതായി നമ്മൾ വായിക്കുന്നത് ചെരുപ്പിടിവിച്ചു. എന്തായിരിച്ചത്? ചെരുപ്പ്. സ്തോത്രം. ഇവിടെ അടിമയ്ക്ക് ചെരുപ്പ് പാടില്ല, പക്ഷേ ഇവന് ചെരുപ്പ് കൊടുത്തു. അതിന്റെ അർത്ഥം ഇവന് സർവ സ്വാതന്ത്ര്യവും കൊടുത്ത് ഇവനെ അംഗീകരിച്ചോ. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. നിങ്ങൾ അടിമത്വത്തിനെയോ കുടുങ്ങി പോകരുത്. ഇത് മകൾക്കാലം ഞാൻ എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം ഇടുകയാ. സ്തോത്ര. അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങി വരുക, അപ്പനിലേക്ക് മടങ്ങി വരുക, ആരാധനയിലേക്ക് മടങ്ങി വരുക, ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വരുക. ഇത് മകൾക്കാലം ഞാൻ നിങ്ങളുടെ തയ്യാറാകണം. പക്ഷേ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കണം, ഈ വീട്ടിൽ ആനന്ദം വന്നത് ഇവൻ മടങ്ങി വന്നപ്പോൾ ഒരു കാളക്കുട്ടി അറക്കപ്പെട്ടു ഇവന് പകരമായി. ഇവൻ തകരന്റെ സ്ഥാനത്ത് ഒരു കുഞ്ഞാണ് അറക്കപ്പെട്ടു. എനിക്ക് നിങ്ങൾക്ക് പകരമായി കാൽവരിയിൽ യേശു അറക്കപ്പെട്ടത് കൊണ്ട് നാം രക്ഷപ്പെട്ടു. യേശു അറക്കപ്പെട്ടത് കൊണ്ട് നാം ജീവിക്കുന്നു. യേശു നമുക്ക് വേണ്ടി മരണപ്പെട്ടത് കൊണ്ട് നാം ഇന്ന് അവനെ ജീവിക്കുന്നു. അത്രക്കുറപ്പുണ്ട്. ഹല്ലേലൂയ. ചുമ്മാതല്ല, ഈ സഭയ്ക്ക് വേണ്ടി മുതൽ കൊടുത്തത് യേശുവാ. ഈ സഭയ്ക്ക് വേണ്ടി അറക്കപ്പെട്ട കുഞ്ഞാടായി മാറിയത് യേശുവാ. ആ യേശു അറക്കപ്പെട്ടത് കൊണ്ട് ഞാൻ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇന്ന് മകൾക്കാലം ഈ സംഭവിച്ച ദൈവസഭയ്ക്ക് ഒരു മുന്നറിയിപ്പ് മാത്രമാണ്. മടങ്ങി വരുവാൻ ഒരു അവസരം കൂടെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു. കണ്ണുകളെ അടയ്ക്കാം, ദൈവസഭയോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസഭയിൽ അടയട്ടെ. ഹല്ലേലൂയ. ദൈവകൃപയ്ക്കായി നമ്മൾ കരമേൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മോട് കൂടെയുണ്ട്. അവൻ നമ്മെ കൈവിടുന്ന ദൈവമല്ല. ഹല്ലേലൂയ. അവന്റെ അനുഗ്രഹങ്ങളെ ഭാവിക്കുവാൻ, ആ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയുവാൻ അപ്പന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാം. ഒന്ന് സുബോധമുള്ളവനായി തീരാം, സുബോധം പ്രാപിക്കാം. ദൈവകൃപയിലേക്ക് മടങ്ങി വരാം, വചനത്തിലേക്ക് മടങ്ങി വരാം, ആരാധനയിലേക്ക് മടങ്ങി വരാം. ആരാധനകൾ മുടക്കരുത്, കൂട്ടായ്മകൾ നഷ്ടപ്പെടുത്തരുത്, സഭായോഗങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. നാട് സമീപിച്ചിരിക്കുകയാ. അധികം ഉത്സാഹത്തോടെ നാം ഇത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ആ കർത്താവിന്റെ കരുകളിലേക്ക് ഇന്ന് മുതൽ കാലം നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവകൃപയ്ക്കായി നമുക്ക് കരുമേൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. നിന്റെ സന്നിധിയിലേക്ക് നമ്മൾ പ്രത്യാശയോടെ ജീവിക്കുവാൻ ദൈവകൃപ പ്രാപിപ്പാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. എന്റെ കുറവുകളെ ഓർക്കരുതേ, എന്നെ നന്നായി കഴിയുന്ന യാഥാർത്ഥ്യങ്ങളെ പോക്കണം. ദൈവ സാന്നിധ്യത്തിനായി നമുക്ക് കരുമേൽപ്പിച്ചു കൊടുക്കാം.